Amen. Amen. Hallelujah. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം പറയുന്നു. നമ്മൾ ഇന്ന് രണ്ടാം ദിവസം കർത്താവിൻ്റെ വചനത്തിൻ്റെ പഠനത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ ഒരു പോരാട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. വിശുദ്ധിക്ക് വേണ്ടിയുള്ള പോരാട്ടം, വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്നുള്ള വിഷയമാണ് ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത്. എന്നാൽ ആമുഖമായിട്ട് എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനനാനുഭവം പ്രാപിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കാനിടയായി. നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ, നിക്കോദെമോസിനോട് കർത്താവ് സംസാരിക്കുന്ന ആ വാക്കുകളിലേക്ക്, കാരണം വെള്ളം എന്താണെന്നുള്ളതിന് പലതരം വ്യാഖ്യാനങ്ങളുള്ളതുകൊണ്ട് ഇത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത് എന്നുള്ളൊരു വിഷയം ഒരിക്കൽ കൂടി അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളൊരു ഓർത്തഡോക്സ് ചർച്ചിൻ്റെയോ കത്തോലിക് ചർച്ചിൻ്റെയോ ഉപദേശ സംഹിതകൾ നോക്കുകയാണെങ്കിൽ, ദർ ചർച്ചസ് ആർ സാക്രമെന്റൽ ഇൻ നേച്ചർ. സാക്രമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂദാശകളിലൂടെയാണ് ദൈവകൃപ അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. രക്ഷ ഉൾപ്പെടെയുള്ള എല്ലാം, പാപമോചനം, രക്ഷ, സ്വർഗം, ഇതെല്ലാം കൂദാശകളിലൂടെയാണ് അവർ അനുഭവിക്കുന്നത് വിശ്വാസത്താലല്ല. അതായത് മാമോദീസ എന്ന് പറയുന്ന വെള്ളം തളിക്കുന്നതിലൂടെ ഒരാൾ വീണ്ടും ജനിക്കുകയും, ഒരു കർമ്മത്തിലൂടെ വീണ്ടും ജനിക്കുകയും, മൂറോൻ പൂശുന്നതോടുകൂടി ആത്മാവിനെ പ്രാപിക്കുകയും, അങ്ങനെ എല്ലാം ഓരോരോ കർമ്മങ്ങളിലൂടെയാണ് പട്ടത്വ സഭകളുടെ രക്ഷയുടെ എക്സ്പ്ലനേഷൻ പറയുന്നത്. അതൊരു കൂദാശ മാർഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവൃത്തിയുടെ മാർഗം എന്ന് പറയുന്നത്. സാക്രമെന്റ്സ്, അവസാനം മരിക്കുന്നതിന് മുമ്പ് ഒപ്രൂഷൻ എടുക്കാൻ കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ്. സോ അപ്പുറത്ത് കിടക്കാനൊരു സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു കൂദാശയിലൂടെയാണ് അവൻ അപ്പുറത്ത് കിടക്കാനൊരു സാധ്യത തുറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രവൃത്തികളിലൂടെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വെള്ളം എന്നുള്ളത് സ്നാനമാണെങ്കിൽ ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തിയാൽ ആ മനുഷ്യൻ വീണ്ടും ജനിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല. അപ്പൊ കാരണം നിക്കോദെമോസിന്റെ കർത്താവ് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അപ്പൊ ഫസ്റ്റ് വാട്ട് ഷുഡ് ഹാപ്പൻ? ഫസ്റ്റ് വാട്ടർ ഷുഡ് ഹാപ്പൻ ആൻഡ് ദെൻ സ്പിരിറ്റ്. അപ്പൊ വാട്ടർ ഒരാളെ എന്ത് ചെയ്യുന്നു? ഒരാൾ സ്നാനപ്പെടുന്നു, അയാൾക്ക് വിശ്വാസം പ്രാഥമികമായി ഇല്ല. വിശ്വാസം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ ഉള്ളിൽ ആത്മാവ് വിശ്വാസത്തെ കൊടുക്കണം, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പല എക്സ്പീരിയൻസുകളെ കുറിച്ചോ അന്യഭാഷ പറയുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല. ഇറ്റ്സ് അബൌട്ട് ബീങ് ബോൺ അഗെയിൻ. ഹൗ ഈസ് എ മാൻ ബോൺ അഗെയിൻ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്? ഈസ് ഇറ്റ് ബൈ ബാപ്റ്റിസം? അത് സ്നാനത്താലാണോ? അല്ല. സ്നാനത്താലാണെങ്കിൽ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആത്മാവുണ്ടല്ലോ, വീണ്ടും ജനിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നു. അവിടെ ആത്മസ്നാനം എന്ന വാക്കോ ആത്മാഭിഷേകം എന്ന വാക്കോ ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എന്നാണ്. അപ്പോൾ റീജനറേഷൻ, അതായത് വീണ്ടും ജനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ആ രണ്ട് കാര്യങ്ങളും, വാട്ടർ ആൻഡ് സ്പിരിറ്റ്, ഇത് രണ്ടിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ബീങ് ബോൺ അഗെയിൻ, അബൌട്ട് ബീങ് റീജനറേറ്റഡ്, about being a new creature, about being born from above, born by God, born of God. അതിനെക്കുറിച്ചാണ് ആ വിഷയം സംസാരിക്കുന്നത്. ചർച്ചിന്റെ കൂദാശകളെ കുറിച്ചല്ല യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ചർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടില്ല. ചർച്ചിന്റെ ഉപദേശങ്ങളെ കുറിച്ചും അല്ല അവിടെ പരാമർശിക്കുന്നത്. ഹൗ ടു ബി ബോൺ അഗെയിൻ ആൻഡ് ഹൗ ടു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ പട്ടത്വ സഭകളെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ദേ ബിലീവ് ഇറ്റ്സ് ലിറ്ററൽ വാട്ടർ, ബാപ്റ്റിസ്മൽ വാട്ടർ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നതും, ദേ ടേക്ക് ഇറ്റ് ലിറ്ററലി. അവരത് അക്ഷരാർത്ഥത്തിലാണ് എടുക്കുന്നത്. അവർ ആ കൂദാശയിലൂടെയും മനുഷ്യന്റെ എന്താ പറയുക, സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശരീരമാക്കി അതിനെ പ്രതിഷ്ഠിച്ച്, ആ അപ്പത്തെ പ്രതിഷ്ഠിച്ച് ആ അപ്പത്തെയാണ് തരുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ലിറ്ററലാണ്. ഇറ്റ്സ് നോട്ട് ദ സ്പിരിറ്റ്. സോ ദേ ഡോണ്ട് നോ ഹൗ ടു വർഷിപ്പ് ഇൻ ട്രൂത്ത് ആൻഡ് ദ സ്പിരിറ്റ്. അവർ ചെയ്യുന്നത്, ആ അപ്പത്തിന്റെ കഷ്ണം നമ്മുടെ ഹൃദയത്തിൽ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മുടെ വയറ്റിൽ ചെന്ന് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ അവയവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നാണ്. സോ ഫോർ എവറിത്തിങ് ദേ ഹാവ് എ സിംബോളിസം. ദേ ഡോണ്ട് ബിലീവ് ഇൻ ബീങ് ബോൺ അഗെയിൻ ബൈ വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ്. ദേ ബിലീവ് ഇറ്റ് ഇൻ ദ ലിറ്ററൽ സെൻസ്. പക്ഷെ കർത്താവ് പറയുന്നത്, നമ്മളൊരു കാറ്റ് പോലെയായി
പുതുതായി ജനിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഹൗ ടു ബിക്കം എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ വിഷയം. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞാകുന്നത്? അങ്ങനെ ഒരാൾക്ക് മാത്രമേ സ്നാനപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്നാനപ്പെടാൻ സാധിക്കില്ല. ഇപ്പൊ വീണ്ടും ജനനത്തിനകത്ത് തന്നെയുള്ള ഒരു പ്രോസസ്സാണ് വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ തിത്തോസിന്റെ ലേഖനത്തിൽ വായിച്ചു. അത് വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കഴുകലാണ്. നമ്മൾ എന്താ പറയുന്നത്, ശരിക്കും ഇത് സ്നാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് പറഞ്ഞൊരു തളിപ്പായിട്ട് മാറും. അപ്പൊ തളിപ്പായിട്ട് മാറും, കാരണം അതൊരു വാഗ്ദത്തമാണ്, പുതുനിയമത്തെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. തളിപ്പായിട്ട് മാറും, രക്ഷയ്ക്ക് സ്നാനം കാരണമാകും. അപ്പൊ രക്ഷിക്കപ്പെട്ടവർക്കല്ല സ്നാനം. നിങ്ങൾക്കറിയാം മദർ തെരേസയെ കുറിച്ചുണ്ടായിരുന്ന ഒരു ആരോപണം, അത് പൊട്ടത്തരമാണ് എങ്കിൽ പോലും ആരോപണം എങ്ങനെയായിരുന്നു? അവർ രോഗികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരറിയാതെ സ്നാനപ്പെടുത്തും, വെള്ളം തളിച്ച്, അവരുടെ മേൽ വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കും. ഒന്ന് ആലോചിക്കേ, ദേ ബിലീവ് ഇറ്റ്. അതായത് ഈ കാണുന്നവരും കേൾക്കുന്നവരും സുവിശേഷ വിരോധികളെല്ലാം അത് വിശ്വസിക്കുവാണ്. അപ്പം നമ്മുടെ തലയിൽ ബാപ്റ്റിസ്മൽ വെള്ളം വീണാൽ നമ്മൾ ക്രിസ്ത്യാനിയാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ അങ്ങനെയാണ്. ഇപ്പൊ വെള്ളത്താലും ആത്മാവിനാലുമാണ് വീണ്ടും ജനിക്കുന്നതെങ്കിൽ ലിറ്ററൽ റീജനറേഷൻ എക്സ്പീരിയൻസ് നടക്കുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ആൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. നമ്മൾ വെളിയിൽ വരുന്ന ഒരു എക്സ്പ്രഷനാണ് സ്നാനം എന്ന് പറയുന്നത്. പക്ഷേ സ്നാനത്തിനകത്ത് നമ്മൾ പറയുന്നത് ക്രിസ്തുവിന്റെ കൂടെ ഞാൻ മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കൺഫെഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്താലുള്ള വാഷിങ്ങും സ്നാനവുമായിട്ട് ബന്ധമുണ്ട്. അതായത് വാഷിംഗ് ഓഫ് റീജനറേഷനെ പ്രതിനിധീകരിക്കുന്ന ആക്ഷരികമായി വെളിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സ്നാനം. അകത്ത് നടന്ന ഒരു പ്രോസസ്സിനെ വെളിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി മരണത്തോട് ഏകീഭവിച്ച് നമ്മൾ ചെയ്യുന്നത്. അത് അകത്ത് ഈ വാഷിങ്ങും ഈ റീജനറേഷനും നടക്കാത്ത ഒരാൾക്ക് വെള്ളത്തിൽ ഇറങ്ങി അത് കൺഫസ് ചെയ്യാൻ സാധിക്കില്ല. When you confess your faith by baptism, it means you are already born again. Spirit has worked in you and your sins are forgiven. നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ടുവെന്നും നിങ്ങൾ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണെന്നും ഉയരത്തിൽ നിന്നുള്ള ശുദ്ധീകരണം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ പുതിയ ആത്മാവിനെ നൽകപ്പെട്ട് പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ വെള്ളത്തിൽ സ്നാനമായിട്ട് ഇറങ്ങുന്നതിന്റെ അടിസ്ഥാനം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വാട്ട് ഈസ് വാഷിംഗ് ബൈ വാഷിംഗ് ഓഫ് റീജനറേഷൻ, അല്ലെങ്കിൽ ദൈവം ഉയരത്തിൽ നിന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്, ഞാൻ അതിനെ കാണുന്നത് മരണമായിട്ടാണ്. മരണം എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ മരണമാണ്. അതാണ് വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ കൺഫസ് ചെയ്യുന്നത്. താങ്ക് യു ലോർഡ് ഫോർ റിമൂവിങ് എവറിത്തിങ് ഫ്രം മീ. ആ വർക്കിലൂടെ അല്ല നമ്മൾ വീണ്ടും ജനിക്കുന്നത്, വീണ്ടും ജനിച്ചിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. എവറി വർക്ക് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ റീജനറേഷൻ. നമ്മുടെ പുനർജനനത്തിന്റെ, നമ്മൾ വീണ്ടും ജനിച്ചതിന്റെ അടയാളമാണ് നമ്മുടെ എല്ലാ അനുസരണത്തിന്റെ പ്രവൃത്തികളും. വീണ്ടും ജനിക്കാൻ വേണ്ടി അല്ല നമ്മൾ അനുസരിക്കുന്നത്. Can you expect a child to obey something and be born again? No. Only if you are born, he can obey. Only if he is born, he can do. Only if you do something. Otherwise you cannot do. നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്നാനപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്നാനത്താലാണ് വീണ്ടും ജനനം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങുന്നയാൾ വീണ്ടും ജനിച്ചിട്ടില്ല. ഇനി എങ്ങനെ വീണ്ടും ജനിക്കണം? വെള്ളത്തിൽ ഇറങ്ങി കയറി പിന്നെ വീണ്ടും ജനിക്കണം. അപ്പൊ വീണ്ടും ജനിക്കുന്നതിനുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ വെള്ളത്തെയും ആത്മാവിനെയും കുറിച്ച് പറയുമ്പോൾ ഇറ്റ് കനോട്ട് ബി ബാപ്റ്റിസം. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു എ സാൽവേഷൻ ദാറ്റ് കംസ് ടു മീ ബൈ എ വർക്ക് ദാറ്റ് ഐ ഡു. അതായത് ഞാൻ ചെന്ന് സ്നാനപ്പെടുന്നത് വരെ, വെള്ളത്തിൽ മുങ്ങുന്നവരെ ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഞാനൊരു പ്രാകൃത മനുഷ്യനാണ്, ജഡ മനുഷ്യനാണ്. ഞാൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആ വെള്ളം പിന്നെ ആത്മാവും എന്നെ പുനർജനിപ്പിക്കുന്നു എന്നാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്നവരൊന്നും വിശ്വാസികളല്ല. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളത്. അത് ആന്തരികമാണ്. ഉയരത്തിൽ നിന്ന് ജനിച്ച ഒരാൾക്ക് മാത്രമേ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ മരിച്ചു എന്ന് കൺഫസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൺഫഷൻ കംസ് നേച്ചർ. അവിടെയാണ് നമ്മൾ ലിറ്ററലി ആ വെള്ളത്തെ കാണുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ക്ലിയർ, യു ക്യാൻ ജസ്റ്റ് പുട്ട് എ ക്വസ്റ്റ്യൻ ദർ ഇൻ ദ ചാറ്റ് വിൻഡോ. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്ന യോഹന്നാന്റെ
ലേഖനത്തിൽ അനേകം സിംബോളിസംസ് ഉണ്ട്. ആ സിംബോളിസംസ് എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫിലോസോഫിക്കലാണ്. ഓരോ എന്തിനെയാണ് കർത്താവ് പറയുന്നത്? ആടുകളുടെ ഇടയൻ, വഴി ഞാനാണ്, വെള്ളം, ജീവന്റെ ജലം, ഇതെല്ലാം സിംബോളിസമാണ്. അപ്പോൾ നമ്മൾ ജീവന്റെ ജലം എന്ന് പറഞ്ഞൊരു പത്രത്തിനകത്ത് കർത്താവ് എടുത്ത് ജീവന്റെ ജലം കൊടുക്കുമല്ല. ദാറ്റ്സ് എ സിംബോളിക് എക്സ്പ്രഷൻ ഓഫ് ഹി ഗിവിംഗ് ഹിസ് ലൈഫ് ടു അസ്. അതുപോലെ ഓരോന്നും കർത്താവ് പറയുമ്പോൾ എന്താ, ഞാൻ കുടിക്കുന്ന വെള്ളം കുടിച്ചാലും നിനക്ക് ദാഹിക്കില്ല. എവിടെയുണ്ടോ വെള്ളം? ദാറ്റ് വാട്ടർ ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ഡു, ഓക്കെ, സംതിങ് ദാറ്റ്സ് നോട്ട് സംതിങ് ടാഞ്ചിബിൾ, അത് ആത്മീകമാണ്. അപ്പൊ കർത്താവ് യോഹന്നാന്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സംജ്ഞകളും കർത്താവ് പറഞ്ഞു, മാംസം കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ റീജനറേഷൻ ആ ഒരു പ്രോസസ്സിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻവോൾവ് ആണ് എന്ന് പറയുന്നത്? ഒന്ന്, എൻ്റെ സ്പിരിച്വൽ സർക്കംസിഷനിലൂടെ എൻ്റെ പഴയ മനുഷ്യൻ ഇല്ലാതായി പോകുന്നതാണ്, ഇറലവൻ്റ് ആകുന്നതാണ്. അതായത് ലുക്ക് അറ്റ് മൈ ഓൾഡ് മാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് ഡോക്ടറിൻ മനസ്സിലാക്കാനും വേദപുസ്തകത്തിൽ ഏത് ഉപദേശവും സത്യസന്ധമായി മനസ്സിലാക്കാൻ നമുക്ക് എസെൻഷ്യലി വേണ്ട, അത്യാവശ്യമായിട്ട് വേണ്ട പഠനം എന്ന് പറയുന്നത് റോമാലേഖനം 7-8 ഈ റോമാലേഖനം 7-8 മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേദപുസ്തകം മുഴുവൻ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ബോട്ടിൽ നെക്കുകൾ റോമാലേഖനത്തിലുണ്ട്. മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ബോട്ടിൽ നെക്കുകൾ. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ കുപ്പിയുടെ നെക്കുണ്ടല്ലോ, അത് വളരെ നേരോ ആയിരിക്കും. അതിലൊരു സാധനം കടന്നു പോകാൻ പ്രയാസമായിരിക്കും. പഴയ സോഡാ കുപ്പി ഓർമ്മയുണ്ടോ? ആ നെക്കിന്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ അങ്ങനത്തെ സോഡാ കുപ്പി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്നവർ, ഐ അപ്പോളജൈസ് ടു ഫോർ ദാറ്റ് എക്സാമ്പിൾ. പക്ഷെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ 50 പൈസയുടെ സോഡാ കുപ്പി ഓർമ്മയിലായി പറഞ്ഞു. അതിനകത്ത് 2 വട്ടുകൾ കിടന്ന് കറങ്ങുന്നതാണ്, നെക്കിനകത്ത് കിടക്കുക, അത് അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോലും. അപ്പോൾ റോമാ ലേഖനത്തിൽ ഇങ്ങനെ ചില ബോട്ടിൽ നെക്കുകളുണ്ട്. ഇത് ക്ലാരിഫൈ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ള ബോട്ടിൽ നെക്കുകളുണ്ട്. അത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ടൈറ്റ് ആവത്തുള്ളൂ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് പിന്നെയും കുരുങ്ങുകയുള്ളൂ, അത് വെളിയിലോട്ട് വരില്ല. അത് വെളിപ്പെടുന്ന ആത്മാവിനാൽ ബുദ്ധി ഇല്ലാത്തവർക്ക് മാത്രം വെളിപ്പെടുന്നതാണ്. നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവർ ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം അത് അങ്ങനെയാണ്. അപ്പോസ്റ്റലിക് ടീച്ചിങ് അത് ജ്ഞാനികൾക്കുള്ളതല്ല, അത് മൂഢന്മാർക്കുള്ളതാണ്. പക്ഷെ അത് വന്നു കഴിയുമ്പോൾ ജ്ഞാനികളുടെ ഏത് ജ്ഞാനത്തെക്കാളും വലിയതുമാണ്. അങ്ങനെയാണ് ഈ ലേഖനങ്ങളെല്ലാം, അപ്പോസ്റ്റലിക് ഉപദേശങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ, ഇത് ഇങ്ങനെ അല്ല പാസ്റ്റർ തോന്നുവാണെങ്കിൽ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം മാനുഷിക ബുദ്ധി കൊണ്ട് ആലോചിക്കും അങ്ങനെയൊക്കെ തോന്നാം. അപ്പൊ നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ അത് ഇടാവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്താണ് ശരിക്കും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, വി ഹാവ് എ ബാറ്റിൽ. നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മളൊരു യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിശുദ്ധീകരണത്തിന്റെ യുദ്ധം എവിടെയാണ് തുടങ്ങുന്നത്? എന്താണ് ആ ബാറ്റിൽ ഫീൽഡ്? ചില ആൾക്കാർ പറയണ്ട, ഇറ്റ്സ് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് അവർ മൈൻഡ് എന്ന്. നമ്മുടെ മനസ്സിന്റെ യുദ്ധക്കളം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ബുക്കുകളൊക്കെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എ ബാറ്റിൽ ഫീൽഡ്. നമ്മുടെ മനസ്സിൽ പലതരം പോരാട്ടങ്ങൾ വരുന്നു, പലതരം ചിന്തകൾ വരുന്നു, ചില ഡിപ്രസിങ് തോട്ട്സ് വരുന്നു. ഈ ചിന്തകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വെറുതെയാണ്, അത് ജയിക്കില്ല. നിങ്ങൾ എത്ര ചിന്തകൾക്കെതിരെ യുദ്ധം ചെയ്താലും ജയിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, പാസ്റ്റർ എന്താണെന്ന് അറിയത്തില്ല പാസ്റ്റർ, ഇങ്ങനെ ദുശ്ചിന്തകളൊക്കെ വരുവാ, എന്തുകൊണ്ടായിരിക്കും അത് വരുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദുശ്ചിന്തകൾ വരുന്നത്? നിങ്ങളൊന്ന് യുദ്ധം ചെയ്ത് നോക്കിയേ. അതല്ല നിങ്ങളുടെ യഥാർത്ഥ യുദ്ധം. ദാറ്റ് ഇസ് നോട്ട് ദ റിയൽ വാർഫെയർ. നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല യുദ്ധം അവിടെ യുദ്ധം ചെയ്താൽ. നിങ്ങൾ ഒരു നിലത്ത് നിന്ന് കള പറിച്ച് മാറ്റി അവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ നിലത്തെ ഒരുക്കുന്നത്? അതിന് മുകളിൽ കളയുടെ മുകൾവശം ക്രോപ്പ് ചെയ്തിട്ടാണോ? അല്ലല്ലോ. കളയുടെ മുകൾവശം ക്രോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അത് കുറച്ചും കൂടെ തഴച്ചു വളരുകയല്ലേ ഉള്ളൂ, ഇല്ലേ? നമ്മുടെ ഈ തോട്ട്സിനെല്ലാം യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തോട്ട്സ് വരികയുള്ളൂ. അതായത് ഞാൻ ഇനി ഈ പാപം ചെയ്യില്ല. ഏത് പാപം? ഈ പാപം. അത് പിന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുക. ആ പാപം ചെയ്യൂല. അപ്പൊ എന്താ നമ്മുടെ ഹൃദയത്തിൽ യുദ്ധം ചെയ്യുന്നത്? ഇതേ പാപം തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുക. കുറെ കഴിയുമ്പം ആ പാപം വാഴും. കാരണം നമ്മുടെ പ്രകൃതം ആ പാപത്തോട് ചേർന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ബാറ്റിൽ ഫീൽഡ് നമുക്ക് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞത്, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് അവർ ബാറ്റിൽ. എന്താണ് നമ്മുടെ യഥാർത്ഥ യുദ്ധം എന്ന് പറയുന്നത്? ഓക്കെ, ഈ മനസ്സിന്റെ പോരാട്ടത്തെ ജയിക്കാൻ പുറമേ ഉള്ള ചികിത്സകൾ കൊണ്ട് ഒന്നും നടക്കില്ല. അവിടെ ഒരു ഡെത്ത് എക്സ്പീരിയൻസിലൂടെ അല്ലാതെ, ഒരു മരണത്തിന്റെ എക്സ്പീരിയൻസിലൂടെ അല്ലാതെ നമുക്ക് ഈ ബാറ്റിൽ ജയിക്കാൻ സാധിക്കത്തില്ല. ഇതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് റോമാലേഖനം 7-8 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ 7-8 അധ്യായങ്ങൾ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരാഴ്ച വേണ്ടി വരും. പക്ഷെ നമ്മൾ
അത് മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. ബട്ട് എനിവേ വി വിൽ ബിഗിൻ ദെയർ ബിക്കോസ് ദാറ്റ്സ് എ ഗുഡ് ബിഗിനിങ് ഫോർ ഓൾ ബിലീവേഴ്സ്. റോമാലേഖനം 4 വരെ അവിശ്വാസികൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്നവർക്കുള്ളതാണ്. 5 മുതൽ അങ്ങോട്ടാണ് ഒരു വിശ്വാസി അവന്റെ നീതീകരണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം റോമർ 6 7 8 അധ്യായങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ആൻഡ് മിസ്റ്ററി ഓഫ് സിൻഫുൾനെസ് ഓർ ലോലെസ്നെസ്. ഓക്കെ, അതുപോലെ എന്താണ് നമ്മുടെ യഥാർത്ഥ ബാറ്റിൽ, എവിടെയാണ് നമ്മുടെ യുദ്ധം നടക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഓക്കെ, 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 7-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. റോമർ ചാപ്റ്റർ 7, 3 and 4. ആര് വായിക്കും? ഞാൻ വായിക്കും. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിച്ചോ. കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൻ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ കല്യാണവും യേശുക്രിസ്തുവിനുള്ള മരണവും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം ആവശ്യമായി വന്നിരിക്കുന്നത്? 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മരണം ആവശ്യമായി വന്നിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. അപ്പൊ നമ്മൾ ആർക്ക് ഫലം കായ്ക്കണം? ദൈവത്തിന് ഫലം കായ്ക്കണം. ഇപ്പൊ ആർക്കാ കായ്ച്ചുകൊണ്ടിരിക്കുന്നേ? നമ്മുടെ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നല്ലപോലെ നമ്മൾ ഫലം കായ്ക്കുന്നുണ്ട്. അതായത് അവരെ വിളിച്ച് ചായ കൊടുക്കുന്നു, അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു, ഒന്നിച്ച് വർത്താനം പറയുന്നു, അപ്പം നുറുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, നല്ലപോലെ ഫലം കൊടുക്കുന്നുണ്ടല്ലേ. പക്ഷെ ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ നമ്മൾ മരിക്കണമെന്ന്. അപ്പൊ നിക്കോദെമോസിന് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ശരിക്കും നമുക്ക് മനുഷ്യന് ഫലം കൊടുക്കാൻ, മനുഷ്യന്റെ മുമ്പിൽ നീതിമാനാകാൻ നമ്മൾ മരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ജീവിച്ചാൽ മതി ശരിക്കും. എന്നാൽ ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. അത്രയും കൊണ്ട് മനസ്സിലായില്ലല്ലോ? അത്രയും കൊണ്ട് മനസ്സിലാവണ്ട, നമുക്ക് പതുക്കെ പതുക്കെ അത് മനസ്സിലാക്കാം. അതായത് സാധാരണ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുമ്പിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ തോട്ട്സ്, നമ്മുടെ സംസാരങ്ങൾ, ഇടപെടലുകളെല്ലാം മനുഷ്യരുടെ മുമ്പിലാണ്. അത് എത്ര മാന്യമായിട്ട് നമുക്ക് ജീവിക്കാമോ അത്രയും നമ്മൾ അപ്രീഷിയേറ്റഡ് ആണ്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾ നല്ലപോലെ ഫലം കായ്ക്കണം. നമ്മുടെ അഡ്വൈസ്, എടാ മോനെ, ഈ മുതിർന്നവരുടെയൊക്കെ മര്യാദയ്ക്ക് പെരുമാറും, ബഹുമാനത്തോടെ പെരുമാറും. അവന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഇല്ലെങ്കിലും അവൻ ബഹുമാനത്തോടെ പെരുമാറിയാൽ ഹി ബിക്കംസ് എ ഗുഡ് ചൈൽഡ്. കാരണം മനുഷ്യർക്ക് ഫലം കൊടുത്താൽ മതി. ആ പാസ്റ്റർ എന്ത് സൗമ്യതയുള്ള ആളാന്നറിയാം, ഞങ്ങളുടെ എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്, അത് മതി നമുക്ക്, വി ആർ ഹാപ്പി. അപ്പൊ ഓരോ മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒത്തിരി മതങ്ങളും ഒത്തിരി ഫിലോസഫീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന് ഫലം കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഊനമില്ലാത്തത് മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ. അല്ലെ? പഴയ നിയമത്തിലൊരു തത്വമാണല്ലോ അത്. അപ്പൊ ഒരു പഴം അല്ലെങ്കിൽ ഒരു മൃഗം, ഒരാട് ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം. അപ്പൊ ഒരു 5-6 ആട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാല് നിങ്ങളത് ശോധന ചെയ്താൽ ഈ ആട് ബെസ്റ്റ് എന്ന് പറയുന്നത് എത്ര നാൾ വരെ നടക്കുമെന്നറിയോ? ഈ ദൈവത്തിന്റെ കുഞ്ഞാട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ നടക്കും. അതുവരെ നമുക്ക് മനുഷ്യന്റെ ഫലം കൊടുത്ത്, മനുഷ്യന്റെ ഫലം വെച്ച് അനലൈസ് ചെയ്ത് മനുഷ്യർക്ക് ഫലം കൊടുക്കാവുന്ന ആ രീതിയിൽ നമുക്ക് ജീവിക്കാം. എന്നാൽ ദൈവപുത്രൻ, ആ യഥാർത്ഥ കുഞ്ഞാട് വെളിപ്പെട്ട് കഴിയുമ്പോൾ, അത് മാത്രമാണ് ഊനമില്ലാത്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ യാഗങ്ങളും വെറുതെ ആവും. കാരണം എന്താ? ഊനമില്ലാത്ത ഒരൊറ്റ കുഞ്ഞാടേ ഉള്ളൂ, ഊനമില്ലാത്ത ഒരൊറ്റ യാഗമേ ഉള്ളൂ. അപ്പൊ മനുഷ്യർക്ക് ഫലം കൊടുക്കുന്നതിന് പകരം ഇനി നമ്മൾ ദൈവത്തിന് ഫലം കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് നത്തിങ് ലെസ് ദാൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്.
കാരണം കർത്താവ് വെളിപ്പെട്ട് കഴിയുമ്പോഴാണ് ശരിക്കും ഊനമില്ലാത്തതിന്റെ യഥാർത്ഥ നിർവചനം നമുക്ക് മനസ്സിലാകുന്നത്. സംതിങ് ലെസ് ദാൻ ക്രൈസ്റ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഇൻ ഹെവൻ. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? അപ്പൊ കർത്താവിനേക്കാൾ കുറഞ്ഞതൊന്നും, ക്രിസ്തുവിന്റെ നീതിയേക്കാൾ കുറഞ്ഞതൊന്നും, അവന്റെ പെർഫെക്ഷനേക്കാൾ കുറഞ്ഞതൊന്നും സ്വർഗത്തിൽ അക്സെപ്റ്റബിൾ അല്ല. അതാണ് ഊനമില്ലാത്തത് എന്നുള്ള പ്രിൻസിപ്പിളിന്റെ യഥാർത്ഥ നിർവചനം. പഴയ നിയമത്തിൽ അത് നിഴലായിരുന്നു, പുതിയ നിയമത്തിൽ ഊനമില്ലാത്തത് എന്നുള്ളത് പൊരുളായി മാറി കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ ക്രിസ്തു എന്ന പെർഫെക്ഷൻ അല്ലാതെ വേറെ ഒരു നിലവാരവും ദൈവം അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്ര നിലവാരമുള്ളവരായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ഞാൻ ഫലം കൊടുക്കുന്നത് നിങ്ങളുടെ മുമ്പിലാണ്. ദൈവം നോക്കുന്നത് ക്രിസ്തുവിന്റെ ആ ഊനമില്ലായ്മയും എന്നെയും ചേർത്താണ്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. ഞാനിത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരാന്തരികമായ ശോധനയിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും ഞാനിത് മനുഷ്യർക്ക് മാത്രമേ ഫലം കൊടുത്തിട്ടുള്ളൂ. ശരിക്കും നോക്കിയാൽ മതി, നമ്മുടെ എല്ലാ പ്രവൃത്തികളോടും നമുക്കത് വെളിപ്പെട്ട് വരും. ഏത് മനുഷ്യ പ്രവൃത്തികളോട് വെളിപ്പെട്ട് വരും, ഞാൻ മനുഷ്യർക്ക് മാത്രമേ ഫലം കൊടുത്തിട്ടുള്ളൂ. ഈ മനുഷ്യർക്ക് മാത്രമേ ഫലം കൊടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. കാരണം ദൈവത്തിന് ഫലം കൊടുക്കുമാർ ഒരു മനുഷ്യനോട് ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണ്ടായിരുന്നു, അവനെ പിടിച്ച് ക്രൂശിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നത് കൊണ്ടാണ് കർത്താവിന് തന്നെ ഊനമില്ലാത്ത ഒരു ആടായിട്ട്, കുഞ്ഞാടായിട്ട് ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ടി വന്നത്. ഇനി ചേസ് എന്ന് പറയുന്ന ഒരുത്തൻ അങ്ങനെ ഒരു പെർഫെക്റ്റ് ഒരാളായിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി വരണ്ടായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു? എന്നെ അങ്ങ് ക്രൂശിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എന്നെ ക്രൂശിച്ചാൽ എന്റെ പാപങ്ങൾക്ക് പോലും പരിഹാരമല്ല. എന്റെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ ഞാൻ നിത്യമായി നരകത്തിൽ കിടക്കണം, എന്നാൽ പോലും ആവൂല. അപ്പൊ പിന്നെ ഊനമില്ലാത്ത എന്തുണ്ട് ഈ ലോകത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഊനമില്ലാത്തവനായ ഏക കർത്താവ്, ആ ഏക കർത്താവ് മാത്രമാണ് ദൈവത്തിന്, പിതാവിന് അക്സെപ്റ്റബിൾ ആകുന്നത്. ഒരുപക്ഷെ ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ആലോചിക്കാം, എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? കാരണം ഒന്നും തൃക്കണ്ണിന് നിർമ്മലമല്ലായിരുന്നു. ക്രിസ്തു അല്ലാതെ ഒന്നിനെയും പിതാവിന് സ്വീകരിക്കാനും കഴിയില്ലായിരുന്നു. എന്നെ സ്വർഗത്തിൽ കയറ്റാൻ കർത്താവിന് ഒരിക്കലും കഴിയത്തില്ലായിരുന്നു. കാരണം ഞാൻ ആർക്കാ ഫലം കൊടുത്തോണ്ടിരുന്നത്? മനുഷ്യർക്കാ. മനുഷ്യരുടെ മുൻപിൽ വിളങ്ങുന്ന ഫലങ്ങളാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. ഇത് എന്തുകൊണ്ടായി മനുഷ്യരെ വിളങ്ങുന്ന ഫലങ്ങൾ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നു അറിയോ? ഈ അഭിനയം, ഈ വേഷം കെട്ട്. ഞാൻ എവിടുന്നാ ഇത് പഠിച്ചത്? നമുക്ക് എന്തുമാത്രം വേഷം ഉണ്ടെന്നറിയോ? നമ്മൾ ഭയങ്കര വേഷം കെട്ടുകാരാണ്. നിങ്ങളത് വിചാരിക്കുകയില്ല, ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ഞാൻ അങ്ങനെ ആര് എന്ത് കണ്ടാലും ഞാൻ തുറന്നു പറയും. ഇതൊക്കെ വലിയ ഗമയാണ്, ഇതൊന്നും റിയൽ അല്ല. നമുക്ക് തോന്നുന്നതാണ് നമ്മൾ എന്ത് കണ്ടാലും തുറന്നു പറയുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ത് കണ്ടാലും തുറന്നു പറയും. പക്ഷെ ഉള്ളവരുടെ കാര്യം വരുമ്പോ അങ്ങനെ അങ്ങോട്ട് തുറക്കൂല, സൂത്രത്തിൽ തുറക്കുള്ളൂ. നമുക്കിതിനകത്തെല്ലാം എന്താ പറയുന്ന ഒരു കമ്പാരിസൺ ഉണ്ട്, ഒരു താരതമ്യമുണ്ട്. നമ്മുടെ നിലവാരങ്ങളെല്ലാം സത്യം പറഞ്ഞ വെറും വ്യാജമാണ്. പണ്ടൊരാൾ പറഞ്ഞാണ്, അയാൾ ഭയങ്കര സത്യസന്ധനാണ്, ഒരു എസ്സയെ കുറിച്ച് പറഞ്ഞ. അപ്പോ മറ്റയാൾ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു അത് ശരിയാണ്, 500 രൂപ കൊടുത്താലൊന്നും പുള്ളി വാങ്ങിക്കില്ല, 1,00,000 രൂപ കൊടുത്താൽ പോലും പുള്ളി വാങ്ങിക്കില്ല. പുള്ളിയെ പ്രലോഭിപ്പിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടി എന്തെങ്കിലും കൊടുക്കണം. നിങ്ങൾ ആലോചിച്ചേക്ക്, നിങ്ങളൊരു പോലീസുകാരനോ ആരെങ്കിലും ഒരു ലോ എൻഫോഴ്സറോ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരാൾ 500 രൂപ കൊണ്ട് തന്നു കടത്തരാൻ, 500 രൂപയേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ കള്ളനാവേണ്ട കാര്യമില്ല. എന്നാൽ ഒരു 5 കോടി തരാമെന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾക്ക് ആലോചന മാറാം, 5 കോടി ഇതോടുകൂടി ജോലി പോയാലും കുഴപ്പമില്ല. കാരണം എല്ലാവരുടെയും സത്യസന്ധതയുടെ പുറകിൽ എന്തുണ്ട്? ഒരു ആപേക്ഷികത്വം ഉണ്ട്. അതായത് നോ റൈച്ചസ്നെസ് ഈസ് അബ്സല്യൂട്ട്. അത് ഒരു കാര്യത്തിൽ അവൻ അബ്സല്യൂട്ട് ആയാൽ പോലും മറ്റനേകം കാര്യങ്ങളിൽ അവൻ വളരെ താഴ്ന്ന ലെവലിലായിരിക്കും. ഇതൊന്നും സ്വർഗത്തിൽ പോകുന്ന കേസുകെട്ടുകളല്ല. ഒരു അപൂർണമായതിനെയും ദൈവം ഒരിക്കലും അംഗീകരിക്കില്ല. മനുഷ്യന്റെ പരിശ്രമം അപൂർണമായ യാഗങ്ങളെ ദൈവത്തിന് അർപ്പിക്കാനാണ്. അതായത് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാല്, അവൻ വിചാരിക്കുന്നത് അവൻ്റെതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന്. എല്ലാ മനുഷ്യന്റെ ചിന്ത അങ്ങനെയാണ്. ഞാൻ സ്തോത്രം പറഞ്ഞതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്തോത്രം എന്ന്. അല്ലെ നമ്മുടെ പാട്ടുകാരുടെ കൊയറിനോട് ചോദിച്ചാൽ മതി, അവര് പാടിയതാണ് ഏറ്റവും നല്ല പാട്ട്. അവര് പാടിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ആൾ പാടാൻ പറ്റത്തില്ല. അതാണ് പാട്ട്. ഈ ഹാബേലിന്റെയും കായിന്റെയും കഥ ഒന്ന് എടുത്ത് നോക്കിയാൽ, ഹാബേലും കായിനും യാഗം അർപ്പിക്കാൻ പോയി. കായിനും ഒരു യാഗം കഴിച്ചു, സാമാന്യം നല്ല യാഗമായിരുന്നു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ, അല്ലെ? അവന്റെ കൃഷി സ്ഥലത്ത് നിന്ന് അവൻ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുപോയി ദൈവത്തിന് കൊടുത്തു. ഹാബേലും അങ്ങനെ തന്നെ ചെയ്തത്. ഹാബേല്
അവൻ വളർത്തിയ ഒരാടിനെ, ഏറ്റവും നല്ല ഒന്നിനെ കർത്താവിന് കൊടുത്തു. എന്നാൽ കർത്താവ് കായീനിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങൾ പഴയ നിയമം മാത്രം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ തോന്നുമായിരിക്കും, ഹാബേൽ നേരത്തെ മര്യാദക്കാരനായിരുന്നു, കായീൻ നേരത്തെ പാപിയായിരുന്നു, അതുകൊണ്ട് ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹാബേൽ നല്ല മനുഷ്യനും കായീൻ ഒരു ഗുണമില്ലാത്തവനായിരുന്നത് കൊണ്ട് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ഓക്കെ സോറി, പവർ ഒരു നിമിഷം കട്ടായതാണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി നോക്കിയാലും അങ്ങനെയല്ല തോന്നുന്നത്. കാരണം എന്തിനാ ഒറ്റ പ്രാവശ്യമല്ല 2 പ്രാവശ്യം നോക്കിയേക്കാം. എന്നാലും കായീനിലും അവന്റെ യാഗത്തിലും അല്ലേ ദൈവം പ്രസാദിക്കാതിരുന്നത്? അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? പക്ഷേ അതങ്ങനെയല്ല. കാരണം എബ്രായ ലേഖനത്തിൽ പറയാണ്, ഹാബേലിൽ പ്രസാദിക്കാൻ കാരണം ഹാബേൽ കായീനേക്കാളും മിടുക്കനായതുകൊണ്ടല്ല, അവൻ വിശ്വാസത്താൽ കായിന്റേതിനേക്കാളും യാഗം കഴിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് യാഗം കൊണ്ടുവരുന്ന 2 പേർ, ഈ യാഗം കൊണ്ടുവരുന്ന 2 പേരിൽ ഒരാളിൽ ദൈവം പ്രസാദിക്കുന്നു, മറ്റൊരാളിൽ പ്രസാദിക്കുന്നില്ല. ആ അപ്രൂവൽ, ദൈവത്തിന്റെ അപ്രൂവലിന്റെ ലോക്കസ് ഈസ് നോട്ട് ഓൺ ദാറ്റ് man's goodness or anything, but on the പുതിയ നിയമത്തിൽ കാണുന്ന, എബ്രായ ലേഖനത്തിൽ കാണുന്നത്, ഹാബേൽ വിശ്വാസത്താൽ കായിന്റേതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. അവിടുത്തെ ഡിഫറൻഷിയേറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഹാബേലിന്റെ ഫെയ്ത്ത് ആണ്. ഹി ഹാഡ് എ ഫെയ്ത്ത്. എന്തായിരുന്നു ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്? ഈ കായനും ഹാബേലും യാഗം അർപ്പിക്കാൻ പോയതിന്റെ ഒരു എക്സാക്ട് റെപ്ലിക്കയാണ് പരീശന്റെയും ചുങ്കക്കാരന്റെയും കഥ കർത്താവ് പറഞ്ഞ ഉപമ. പരീശൻ അവന്റെ ഏറ്റവും നല്ല പ്രൊഡ്യൂസും കൊണ്ടാണ് അവൻ ചെന്നിരിക്കുന്നത്. എന്താണ് അവന്റെ ഏറ്റവും നല്ല പ്രൊഡ്യൂസ്? നിങ്ങൾ ഇന്ന് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും കർത്താവിന് മുമ്പിൽ എന്തുകൊണ്ട് കർത്താവ് നിങ്ങളെ അംഗീകരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ലിസ്റ്റ് മുഴുവൻ ഈ പരീശന്റെ ലിസ്റ്റ് ആയിരിക്കും. 1, ഞാൻ നീതിമാനാണ്, ഞാൻ തെറ്റൊന്നും മറ്റുള്ളവരെ പോലെ ചെയ്യുന്നില്ല, അതുപോലെ ഞാൻ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇത് 2ാം ദിവസമാണ്, ഇനി 5 ദിവസം ഞാൻ ഉപവാസം എടുത്തിട്ടാണ് ഈ വർഷം അവസാനിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഇതൊന്നും എടുക്കാത്ത ചുങ്കക്കാർ ഒത്തിരി വെളിയിലുണ്ട്. ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവനാണ്, അതുകൊണ്ട് ഓരോ ദിവസവും ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ ബെറ്ററായി വരുന്നത് കണ്ടിട്ട് എന്നെ അപ്രൂവ് ചെയ്യും. ഇത് തന്നെയാണ് കായീൻ പറഞ്ഞത്. കായീൻ ഏറ്റവും നല്ല ഫലം അവൻ ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ അടുത്തോട്ട് കൊടുക്കുകയാണ്. ഈ ദൈവത്തിന്റെ അടുത്തോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയത്തില്ലേ, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട്, കേട്ടിട്ടുണ്ടോ ഇത്? അത് കായീനാണ്. അതാണ് കായീൻ. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല സാധനം എടുത്ത് ദൈവത്തിന് കൊടുക്കുന്നതാണ് കായീൻ. ഈ കായീന്റെ ഫിലോസഫിയാണ് മതങ്ങളിൽ മുഴുവനുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കായീൻ എന്ന് പറയുന്നത്. അപ്പൊ ഹാബേൽ എന്തായിരിക്കും? പാസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഹാബേൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് കൊടുക്കുന്ന അല്ല. ഈ ഹാബേൽ ശരിക്കും അവിടെ ചെയ്തത് എന്താണെന്നറിയോ? ഏറ്റവും വലിയ നോട്ട് എടുത്തു. ഇന്ത്യയിൽ 2000 നോട്ടാണ് ഏറ്റവും വലിയ നോട്ട്. ഇപ്പൊ കിട്ടാനില്ല, എന്നാൽ പോലും അതാണ് ഏറ്റവും വലിയ നോട്ട്. കായീന 2000 നോട്ട് ഇട്ടു. ഹാബേൽ 2000 നോട്ട് എടുത്ത് കീറിപ്പറിച്ച് ദൂരോട്ട് കളഞ്ഞിട്ട് കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവെ, എന്റെ കയ്യിലുള്ളതിനൊന്നും നിന്റെ മുമ്പിൽ ഒരു കാര്യമില്ല. എന്റെ ഏറ്റവും വലിയ അസറ്റ് ദാ ഞാൻ പൊളിച്ച് മലർത്തി അതിന്റെ മേധസ് എടുത്ത് വെളിയിൽ വെച്ചിരിക്കുന്നു. ഡിസ്ട്രോയ്ഡ്. അപ്പൊ ഏറ്റവും വലിയ നോട്ട് എടുത്ത് കൊടുക്കുന്നവനല്ല, അതൊന്നും അല്ല എന്ന് മനസ്സിൽ നിന്ന് പറഞ്ഞ് അതിനെ യാഗമാക്കുന്നവനാണ് അവിടെ രക്ഷപ്പെട്ടത്. കാരണം അവനറിയാം, ഈ 2000 കൊണ്ടല്ല, ഈ ആട് കൊണ്ടല്ല, കർത്താവ് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതൊരു ഫെയ്ത്ത് ആണ്. ഇതിലും നല്ല, ഇതിനെ തകർത്ത് കളഞ്ഞാൽ ഇതിലും നല്ല ആടിനെ ദൈവത്തിന് തരാം, ഇത് തരാതെയും ഇരിക്കാം. ഇതെല്ലാം കർത്താവിന്റെ അധികാരമാണ്.
അപ്പൊ ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കുന്നതാണ് പഴയ നിയമം. എന്നിട്ട് അതിനോട് ഗുണകരമായി സംസാരിക്കുന്ന ഹാബേലിന്റെ രക്തം ഏറ്റവും നല്ലതിനെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഇത് രണ്ടും, ഒന്നും മനുഷ്യൻ പണിതുയർത്തി കൊണ്ടുവരുന്ന ഒരു നീതിയുടെ ഒരു ഗോപുരവും, എന്നാൽ രണ്ടാമത്തത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജെറുസലേമിനെ പോലെ ക്രിസ്തുവിന്റെ നീതിയുടെ ഒരു വെളിപ്പാടുമാണ്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പോരാട്ടങ്ങൾ വ്യത്യാസമാണ്. നോക്കിയാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാവരും ഈ കാഴ്ച കണ്ടവരാണ്, ഈ പുതിയ നിയമത്തിന്റെ കാഴ്ച കണ്ടവരാണ്. അത് പഴയ നിയമം മാത്രം വായിച്ച് നമുക്ക് മനസ്സിലാവില്ല. അതിനോട് എബ്രായ ലേഖനോട് വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇതിനിടയിലൂടെ അവർ വിശ്വാസത്താൽ തനിക്കുള്ളതിനെ വിട്ട് കളഞ്ഞവർ. നിങ്ങളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കും ഈ പഴയ നിയമത്തിൽ മുഴുവൻ ഈ ധനത്തിന്റെ പ്രോമിസസ് ആണ്, അല്ലെ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? കൽപ്പനകൾ അനുസരിച്ചാൽ നിനക്ക് ഇത് കിട്ടും. ആവർത്തന പുസ്തകം 28 എത്ര പേരുടെ വീട്ടില് ഒരു കാലത്ത് ബാനറായിട്ട് വലിയ പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ചു വെക്കായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വായിക്കും തോറും കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അപ്പൊ ആവർത്തന പുസ്തകത്തിൽ 28 പറഞ്ഞിരിക്കുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ ആർക്കുള്ളതാണെന്നറിയാമോ? അത് പഴയ നിയമകാലത്ത് പോലും കർത്താവ് വിളിച്ച അഭിഷിക്തന്മാർക്കുള്ളതായിരുന്നില്ല. പഴയ നിയമകാലത്ത് അങ്ങനെ അഭിഷിക്തന്മാരുണ്ടായിരുന്നു, പ്രത്യേക അഭിഷിക്തന്മാർ. അവർക്ക് പോലും ഉള്ളതായിരുന്നില്ല അനുഗ്രഹങ്ങൾ. നിങ്ങൾ ആലോചിച്ച്, ഹാബേലിന് എന്ത് അനുഗ്രഹം കിട്ടിയത്? ദീർഘായുസ് കിട്ടിയോ? ഇല്ല, അപ്പൊ തന്നെ പോയി. എബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അവൻ സ്വന്തമായൊരു നഗരം ഉണ്ടാക്കിയില്ല, അവൻ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം പണിയുന്ന ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. യിരെമ്യാവ് എങ്ങനെയാ മരിച്ചത്? യെശയ്യാവ് എങ്ങനെയാ മരിച്ചത്? ഈ പ്രവാചകന്മാർക്കല്ല എന്താ സംഭവിച്ചത്? അവരിൽ ആരാ സമ്പാദിച്ചത്? ഒരാളും ഒന്നും, എല്ലാം നഷ്ടപ്പെടുത്തി കളയായിരുന്നു. മോശെ ക്രിസ്തുവിന്റെ നിന്ന ഏറിയ ധനമെന്ന് കണ്ട് മിസ്രൈമിലെ ബഹുനിക്ഷേപങ്ങളെ അവൻ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ആർക്കാണ് ഈ വാഗ്ദത്തങ്ങൾ പ്രോമിസ് ചെയ്യപ്പെട്ടിരുന്നത്? പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ ഇവർക്കാർക്കും കിട്ടിയില്ല. പിന്നെ ആർക്കാണ് ഇത് പ്രോമിസ് ചെയ്യപ്പെട്ടിരുന്നത് അറിയോ? അതൊരു പ്രത്യേക തരം ആൾക്കാർക്കുള്ളതായിരുന്നു. ഈ നിയമം കർത്താവ് കൊടുക്കുമ്പോൾ മഹാ തല്ലിപ്പൊളികളായിരുന്നു ഇസ്രായേൽ മക്കള്. അവിടെ കർത്താവുമായിട്ട് മോശ സംസാരിക്കുമ്പോൾ ഇവിടെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവിടെ കാളക്കുട്ടി ഉണ്ടാക്കി അതിന് മുകളിൽ ഡാൻസ് ചെയ്യുക എൻ്റെ ഫ്രണ്ടിൽ. അപ്പൊ അത് എന്തിനാ അവരത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ വിഗ്രഹാരാധനയുടെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, അവർ കൃഷിക്കാരായിരുന്നു ഒത്തിരി പേരും. അപ്പൊ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് ആ അന്യ ദേവന്മാരുണ്ടായിരുന്നു. ആ ദേവന്മാർക്ക് പൂജ ചെയ്തിട്ടൊരു കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര വിളവായിരുന്നു. പിന്നെ കനാനിൽ നിന്നൊക്കെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന്, കനാനിൽ ഒത്തിരി ഫെർട്ടിലിറ്റി ഗോഡ്സ് ഉണ്ടായിരുന്നു. ഈ ഫെർട്ടിലിറ്റി ഗോഡ്സ് ഉള്ളത് കൊണ്ട് കനാൻ ദേശത്ത് നിന്ന് അവര് കാണാൻ പോയിട്ട് വന്നവർ പറഞ്ഞു അവിടുത്തെ ഓരോ കൃഷി ഉൽപ്പന്നങ്ങളുടെ വലുപ്പവും ഗുണവും ഒക്കെ അവർ വർണ്ണിച്ച്, അല്ലെ, അതാകെ പ്രയാസമായി. അപ്പൊ ഇവർക്ക് ഒരു കാര്യം, ഇവർ ഈ ദൈവത്തിന്റെ പുറകെ നടന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇവർക്ക് എന്ത് വേണം? ഇവർക്ക് ഇതുപോലെ കൃഷിയിൽ ജയിക്കണം, ഇവർക്ക് ഇതുപോലെ മറ്റു ജാതികളെ പോലെ നമ്മൾ മണ്ടന്മാരാകല്ല. അപ്പൊ അവര് കളിക്കുന്ന അതേ കളികൾ നമുക്കും കളിക്കണം. അപ്പൊ നമ്മുടെ ദൈവത്തിന് അങ്ങനത്തെ കളികളൊന്നും അനുവദിക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് മാറിയേക്കാമെന്ന് അവര് ന്യായമായിട്ട് ചിന്തിച്ചു. അങ്ങനെ അവർ പതുക്കെ വിഗ്രഹാരാധനയ്ക്ക് സ്ലിപ്പായത് അവരുടെ ജീവിത നിർബന്ധങ്ങളുടെ മേലെ. അപ്പൊ കർത്താവിന് അതുകൊണ്ട് അറിയാം, ഈ വക്രതയുള്ള അനുസരിക്കാത്ത തലമുറയുടെ കർത്താവ് പറയാണ്, നീ എന്നെ വിളിച്ചാൽ അവര് തരുന്നതിനേക്കാളും തരാൻ എനിക്ക് കഴിയും. ഇതാർക്ക് കൊടുക്കുന്നതെന്നറിയോ? ഈ വഴിതെറ്റി പോകുന്നവർക്കാണ് ഈ അനുഗ്രഹങ്ങൾ പ്രോമിസ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടില് ഇപ്പൊ ഞാൻ എൻ്റെ മകനോട് പറയാന്ന് വിചാരിച്ചു, എടാ മോനെ, ഞങ്ങൾ വെളിയിൽ പോകുമ്പോഴേക്ക് ഈ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടേക്കണം. അവൻ പറയാ, എന്നെ കൊണ്ടെങ്ങും വയ്യ. എൻ്റെ ഉത്തരം, അടിച്ചു വാരിയിട്ടാൽ ഞാൻ വരുമ്പോ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ടുവരാം. മകൻ, എനിക്കെങ്ങും വേണ്ട ചോക്ലേറ്റ്. അടുത്തത്, തിരിച്ചു വരുമ്പോ അടിച്ചു വാരിയില്ലെങ്കിൽ നല്ല അടി കിട്ടും. ഓക്കെ, അടിച്ചു വാരിയേക്കാം. ഇങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരോടാണ് ഈ നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത്. നിയമങ്ങൾ കൊടുത്ത് നിങ്ങൾ അനുസരിച്ചാൽ നിന്നെ അനുഗ്രഹിക്കാം, അനുസരിച്ചില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞത് വേറെ നിവൃത്തിയില്ലാതെ ഇവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ വേറൊരു വഴിയുമില്ല. അതേസമയത്ത് ഒരു മകൻ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു, അപ്പനമ്മ വെളിയിൽ പോകുമ്പോൾ, ഏതായാലും എൻ്റെ അപ്പനമ്മ എനിക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്ന, ഞാൻ
അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവൻ തന്നെ അവിടുത്തെ പണികളെല്ലാം ആരും പറയാതെ ചെയ്യുകയാണെങ്കിലോ? അവൻ എന്തിനെ നോക്കിയല്ല ഇതനുസരിക്കുന്നത്? പ്രോമിസിനെ നോക്കിയല്ല, അവൻ ദൈവത്തോടുള്ള സ്നേഹത്തെ നോക്കിയാണ്. പഴയ നിയമത്തിൽ നോക്കുമ്പോഴും ഈ ക്രിസ്തുവിന് വേണ്ടി ഒരു ഐഹിക രാജ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം ഐഹികമായ അനേകം ബ്ലെസ്സിങ്സിലൂടെ അവർ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ. കാരണം കർത്താവ് വരേണ്ടത് ഇസ്രായേലിൽ നിന്നായിരുന്നു. ആ രാജ്യം അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെട്ടു. എന്നാൽ ശരിക്കും പഴയ നിയമത്തിലെല്ലാം ക്രിസ്തുവിനെ നമുക്ക് കാണാം നിഴലായിട്ട്. ആ നിഴല് കണ്ട ആരും ലോകത്തെ ശ്രേഷ്ഠമെന്ന് കരുതിയില്ല, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ല. അവരെല്ലാം ഉയരത്തിലെ നന്മ മാത്രം നോക്കി നടന്നു. നമുക്ക് എബ്രായ ലേഖനം 13-ാം അധ്യായം വായിക്കുമ്പം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാൻ എടുക്കാം. ഒരു മിനിറ്റ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ആർക്കെങ്കിലും കിട്ടിയോ? എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. പഴയ വിശ്വാസികളാണേ, വായിച്ചോ. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടമുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആർക്കാ? ഇത് പഴയ നിയമ വിശ്വാസികൾ പോയ കാര്യമാണ്. അവിടെ പറയുന്നത് ദൂരത്ത് നിന്നത് കണ്ട് അഭിവന്ദിച്ച് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ലൈൻ ഓഫ് ബിലീവേഴ്സ്, നമ്മൾ ഹാബേലിന്റെ കാലം മുതൽ ആ ലൈനിലുള്ള ബിലീവേഴ്സ് ഉണ്ട്. അത് വളരെ ചുരുക്കമാണ്. അവരുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ എബ്രായർ 11 കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം ലോകത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ യെരുശലേമിലേക്ക് പോകുന്ന, പുത്തൻ യെരുശലേമിലേക്ക് പോകുന്ന, സത്യം പറഞ്ഞത് 2 നഗരങ്ങളുടെ കഥയാണ്. മനുഷ്യനുണ്ടാക്കുന്ന ബാബിലോണും ദൈവം സ്വർഗത്തിൽ നിറക്കുന്ന യെരുശലേമും. അപ്പൊ യെരുശലേമിലേക്ക് പോകുന്ന ഒരു ചെറിയ കൂട്ടം ജനം അത് വലിയൊരു കൂട്ടമായി മാറും അന്ത്യമാകുമ്പോഴേക്കും. ആ ഒരു ചെറിയ കൂട്ടം ജനത്തെ നമുക്ക് ഹാബേലിന്റെ കാലം മുതൽ അപ്പോസ്തലന്മാരുടെ കാലത്തിലൂടെ നമ്മുടെ കാലത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്ന ഒരു ലൈൻ നമുക്ക് കടന്നു പോകുന്ന കാണാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണം ഈ അപ്പോസ്റ്റലിക് ട്രഡീഷൻ, ആ ഒരു ഫെയ്ത്ത് അനുഷ്ഠിക്കുന്നവരുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം അന്ത്യകാലങ്ങളിൽ വളരെ വളരെ കുറവായിരിക്കും. ഒത്തിരി ക്രിസ്ത്യാനികൾ ഉണ്ടാവും, പക്ഷെ അവർ സത്യത്തിലേക്ക് വരില്ല. ഈ ഒരു വിശ്വാസത്താൽ നിത്യതയെ അന്വേഷിക്കുന്ന, നിത്യതയിൽ ജീവിക്കുന്ന അവരുണ്ടാവില്ല. അപ്പൊ ഈ 2 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് റോമാലേഖനം. ദൈവം അതേ ഫലം കൊണ്ട് തൃപ്തനാകുമെന്ന് വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണ പാടാറുള്ള ഒരു പാട്ടാണ്, എന്തു ഞാൻ പകരം നൽകും. എന്തൊക്കെ കൊടുക്കാൻ പോകുന്ന കർത്താവിന് രക്ഷിച്ചതിന് പകരമായിട്ട്? കൊയറുകാരൊക്കെ ഇവിടിരിപ്പില്ലേ, 1000 പാട്ടുകളോ. എന്തിനാ എന്നെ രക്ഷിച്ചതിന്? കർത്താവിന് എന്താ മറുപടി? 1000 പാട്ടുകൾ. അപ്പൊ ഞാൻ കർത്താവിന് ഒരു ഓഫറിങ് കൊടുക്കുവാണ്. ഏറ്റവും ബെസ്റ്റ് പാട്ട്, ഏറ്റവും ബെസ്റ്റ് മ്യൂസിക്, എൻ്റെ കഴിവിന്റെ അപ്പുറത്തുള്ളൊരു പെർഫോമൻസ്. ആർക്കാ ഫലം കൊടുത്തതെന്നറിയോ? മനുഷ്യർക്കാണോ ദൈവത്തിനാണോ? മനുഷ്യർക്കാ. നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്ന മനുഷ്യരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യും. എന്ത് നല്ല പാട്ട്, എന്ത് നല്ല പ്രസംഗം, എന്ത് നല്ല കൊയർ, എന്ത് നല്ല ഗിറ്റാർ, എത്ര മനോഹരം, പുൾപിറ്റ്, ഇരിക്കുന്ന കസേർക്ക് ഫലം കൊടുക്കുന്നുണ്ട്, മനുഷ്യർക്ക് ഫലം കൊടുക്കുന്നുണ്ട്. ദൈവം നോക്കുന്നത് തകർന്നു നുറുങ്ങിയുമുള്ള ഹൃദയത്തെയാണ്. അതാണ് ഹാബേലിന്റെ കാലം മുതൽ പൊളിക്കപ്പെട്ട, തകർക്കപ്പെട്ട, കർത്താവിന് മുമ്പിൽ നിൽക്കാൻ ധൈര്യമില്ലാത്ത ചുങ്കക്കാരനെ പോലെ പാപത്തിന്റെ ബോധം ഉണ്ടായിട്ട് കൃപയ്ക്കായി അയച്ചുകൊണ്ട് കൃപ എന്ന് പറഞ്ഞ് അടുത്ത് വരുന്ന, പെർഫോമൻസിന്റെ ബെസ്റ്റ് കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കുന്നവരല്ല,
അതുപോലും ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നവർ, എന്ത് ചെയ്താലും പോരാ, ആയില്ല എന്ന് വിചാരിക്കുന്നവർ. കാരണം അവർ താരതമ്യപ്പെടുത്തുന്ന മറ്റുള്ള ഒരു ആളുമായിട്ടല്ല, ക്രിസ്തുവുമായിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. there is only one man perfect, one offering perfect. അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു റെവലേഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയിലും സന്തോഷിക്കുകയോ ഒരു പ്രവൃത്തിയിലും പുകഴുകയില്ല. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തു തന്നെ നമുക്ക് സകലതും ആയിത്തീരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ യേശുക്രിസ്തു മാത്രം, ഞാൻ അതിൽ ഒന്നിനും യോഗ്യനല്ല എന്നൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന റെവലേഷൻ അത് ദൈവികമാണ്. കാരണം ക്രിസ്തുവിൽ കുറഞ്ഞവയാണ് ഇനി മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ പറ്റും. ഞാൻ രാവിലെ പറഞ്ഞ ഇത്തിരി മുമ്പ് പറഞ്ഞ പോലെ, ഒരപ്പൻ വെളിയിലേക്ക് പോകുമ്പോൾ മക്കളെ കുറച്ച് പണി ഏൽപ്പിച്ചിട്ട് അതിന്റെ ശിക്ഷയും അനുഗ്രഹങ്ങളും ആ മക്കൾ പറഞ്ഞ് ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചോ, ആ മകൻ അനുസരിക്കുന്നത്? ഓക്കെ, ഞാൻ വെളിയിൽ പോകുമ്പോൾ, ഒരു പിതാവ് വെളിയിൽ പോകുമ്പോൾ അവന്റെ മകനെ പറഞ്ഞ് പേടിപ്പിച്ച് അല്ലെങ്കിൽ ഓഫർ ചെയ്ത് എന്തെങ്കിലും ഗിഫ്റ്റ് ഓഫർ ചെയ്ത് അവനെ കണ്ട് അനുസരിപ്പിക്കുകയാണെങ്കിൽ അവൻ ആർക്കാ ഫലം കൊടുക്കും? ദൈവത്തിനാണോ ആ പറഞ്ഞ മനുഷ്യനാണോ ഫലം കൊടുക്കുന്നത്? അവൻ മനുഷ്യർക്ക് ഫലം കൊടുക്കും അല്ലെ? അപ്പൊ മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ വേണ്ടി കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ പാസ്റ്റർ മ്യൂട്ട് ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ മനുഷ്യർക്ക് ഫലം കൊടുക്കുന്ന വ്യവസ്ഥ എങ്ങനെ ഉണ്ടാക്കുന്നത്? നിയമങ്ങളാൽ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ക്ലാസ്സിൽ മിണ്ടാതിരുന്നില്ലെങ്കിൽ നീ അടി കിട്ടും. ആ പ്രമാണം ഒരു നിയമമാണ്. ആ നിയമം ആർക്ക് ഫലം കൊടുക്കാൻ വേണ്ടിയാണ്? മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ വാക്യം 3-4 ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ മനുഷ്യർക്ക് ഫലം കൊടുക്കാനുള്ള വ്യവസ്ഥ എന്താണെന്ന്. റോമാലേഖനം 7:3-4. റോമർ 7:3-4. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ മനുഷ്യർക്ക് ഫലം കൊടുക്കേണ്ടതിന്, അതായത് മനുഷ്യർക്ക് തൃപ്തിയാകുന്ന ഫലം. ഈ പഴയ നിയമത്തിലെ പല നീതി വ്യവസ്ഥകളും മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലെ? മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ വേണ്ടിയാണ് അതിന്റെ പുറമേയുള്ള ചട്ടങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശിക്ഷിക്കുമെന്നോ അനുഗ്രഹിക്കുമെന്നോ പേടിപ്പിച്ചോ അല്ലെങ്കിൽ മോഹിപ്പിച്ചോ ഒരാളെ കൊണ്ട് അനുസരിപ്പിക്കുന്നത്, അതിന്റെ ഫലം ലഭിക്കുന്നത് ദൈവത്തിനല്ല, അതിന്റെ ഫലം ലഭിക്കുന്നത് മനുഷ്യർക്കാണ്. എന്നാൽ ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിയമങ്ങൾ ഉള്ളത് കൊണ്ടല്ല നമ്മൾ അനുസരിക്കുന്നത്, നമ്മുടെ സ്വഭാവം മാറിപ്പോയത് കൊണ്ടാണ് അനുസരിക്കുന്നത്. ഇവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? വ്യത്യാസം മനസ്സിലായി? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
ഞാൻ അടി കിട്ടുമെന്നുള്ളത് കൊണ്ടോ നരകത്തിൽ പോകുമെന്നുള്ളത് കൊണ്ടോ അല്ല ഞാൻ അനുസരിക്കുന്നത്. അത് നിയമപ്രമാണമാണ്. ഞാൻ അനുസരിക്കുന്ന എൻ്റെ ഹൃദയം കർത്താവ് മാറ്റിയത് കൊണ്ടാണ്. എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടാണ്. സോ വെൻ ലവ് ബിക്കംസ് മോട്ടീവ്, അത് ദൈവത്തിന് ഫലം കൊടുക്കുമാറ്. സ്നേഹം ബിക്കംസ് ദ പ്രൈമറി പ്രിൻസിപ്പിൾ. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചുയർത്തെഴുന്നേറ്റ വേറൊരുവനാകേണ്ടതിന് നമ്മൾ ന്യായപ്രമാണ സംബന്ധമായി ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പം ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചപ്പോൾ നമ്മൾ ആർക്കാ ഫലം കൊടുത്തത്? മനുഷ്യർക്കാ ഫലം കൊടുത്തത്. എങ്ങനെ അറിയാൻ പറ്റും? ന്യായപ്രമാണം ഒന്ന് വായിച്ചു നോക്കി. കൊല ചെയ്യരുത്. ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ ഒരാളുടെ പക പോലും വരുത്. കാരണം സഹോദരനെ പകയ്ക്കുന്നവൻ വരെ സ്വർഗത്തിൽ കൊലപാതകന്. എന്നാൽ കൊല ചെയ്യരുത് എന്നുള്ള ഒരു പ്രമാണം കൊണ്ട് ആർക്കാ ലാഭം? ദൈവത്തിന്റെ നീതിയെ തൃപ്തനാക്കുന്നില്ല, ദൈവത്തിന്റെ നീതിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷെ മനുഷ്യർ തമ്മിൽ നിലനിൽക്കാൻ അത് മതി. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഫലം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓ, ഞാൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറയാം ധൈര്യമായിട്ട്. മനുഷ്യരുടെ മുമ്പിൽ കൊള്ളാം, ദൈവത്തിന് മുമ്പിൽ കൊള്ളുകയില്ല. ദൈവത്തിന് മുമ്പിൽ അവന് ഫലം കൊടുക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഒരു തോട്ട് പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കൽപ്പനകൾ കൊണ്ട് നമ്മൾ എന്താ സാധിക്കുന്നത്? നമ്മൾ സാധിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ഓക്കെ ആക്കാൻ ഈ കൽപ്പനകൾ ധാരാളം മതി. നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ വില ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി വണങ്ങാതിരുന്നാൽ മതി. പക്ഷെ ദൈവത്തിന് മുൻപിൽ ഫലം കൊടുക്കണമെങ്കിൽ ഈ ഞാനെന്ന് പറയുന്ന വിഗ്രഹം പൊളിഞ്ഞു പോകണം. അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുമ്പം നമ്മൾ വേറൊരാളുടെ നാമം, വേറൊരു ദൈവം എന്ന് പറയുന്ന ആളുകളുടെ നാമം നമ്മുടെ നാവിൽ എടുക്കരുത്. ഫൈൻ, ഓക്കെ, മനുഷ്യരുടെ മുമ്പിൽ ഓക്കെ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത് പോരാ. ദൈവത്തിന് മുമ്പിൽ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുമാനിക്കുന്നത് ദൈവത്തെ മാത്രമായിരിക്കണം എന്ന് അർത്ഥം. പണത്തെയോ പദവിയെയോ നമ്മുടെ മുമ്പിൽ വരുന്ന ലോകത്തിന്റെ ഒരു മഹത്വത്തെ നമ്മൾ ബഹുമാനിക്കരുതെന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ദൈവത്തിന് ഫലം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എന്താ കഴിയുന്നുള്ളൂ? മനുഷ്യർക്ക് ഫലം കൊടുക്കാൻ മാത്രമേ ന്യായപ്രമാണം കൊണ്ട് കഴിയുന്നുള്ളൂ. ആ ന്യായപ്രമാണം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ എപ്പോഴും പ്രമാണത്താൽ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ബ്രദർ. ഇങ്ങനെ പറയുന്ന എത്ര പേര് നിങ്ങളുടെ ഇടയിലുണ്ട്? നിങ്ങളെല്ലാം വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. എന്റെ തെറ്റൊന്നുമല്ല ബ്രദർ, ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ കാരണം നിങ്ങൾ മനുഷ്യർക്ക് ഫലം കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യർക്ക് ഫലം കൊടുക്കുന്നതിൽ നിങ്ങൾ തെറ്റ് വരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത്. എന്നാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യർക്ക് ഫലം കൊടുക്കേണ്ടതിനല്ല, ദൈവത്തിന് ഫലം കൊടുക്കേണ്ടതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന് ഫലം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? അവിടെയാണ് നമ്മുടെ നിക്കോദമോസ് പണിയുന്നത്. നമ്മൾ പഴയതിനോട് മരിക്കണം. ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. ആ മരണം എന്താണ്? ഈ മരണം എങ്ങനെയാ സംഭവിക്കുന്നത്? ഈ വിവാഹത്തെക്കുറിച്ചാണ് 3-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം ന്യായപ്രമാണത്തെ കുറിച്ചാണ്. വിവാഹം കഴിക്കുന്ന ഏത് പെൺകുട്ടിക്കും, ഇന്നത്തെ കാലത്തല്ല കേട്ടോ, ഒരു കുറച്ച് പഴയ കാലം അല്ലെങ്കിൽ നമ്മള് ബൈബിൾ കാലഘട്ടത്തിലെ ബൈബിളിന്റെ ഭാഷയിൽ വിവാഹം കഴിക്കുന്ന ഏത് പെൺകുട്ടിയും ഭർത്തൃ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ കാലഘട്ടത്തിൽ മിക്കവാറും ഭർത്താക്കന്മാരായിരിക്കും ഭാര്യയുടെ ന്യായപ്രമാണത്തിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധിതരാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇന്നത്തെ സാഹചര്യം എടുക്കരുത്. ഇത് എക്സാമ്പിൾ പൗലോസ് പറയുമ്പോഴുള്ള അന്നത്തെ സാഹചര്യം എടുക്കാവുള്ളൂ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭർത്താവിന്റെ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്കാണ് ആ പെൺകുട്ടി ചെല്ലുന്നത്. ഈ ഭർത്താവിന്റെ ന്യായപ്രമാണം ഭയങ്കര കട്ടിയാന്ന് വിചാരിച്ചു. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നമ്മുടെ സഹോദരിമാരോട് തുറന്നു പറയാം. നിങ്ങളുടെ ഭർത്താക്കന്മാർ മഹാ ഉഴപ്പന്മാരും ഇത്തിരി തല്ലിപ്പൊളികളുമായിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അയാൾ നിങ്ങളെക്കാൾ നീതിമാനും പ്രാർത്ഥനക്കാരനും ആയാൽ നിങ്ങൾ വെള്ളം കുടിക്കും, എത്താൻ പറ്റത്തില്ല.
അതുകൊണ്ട് ഇപ്പം സംഭവിക്കുന്ന നേരെ തിരിച്ചാ. സ്പിരിച്വാലിറ്റി വീട്ടിലെ മുഴുവൻ സ്പിരിച്വാലിറ്റിയുടെ കുത്തക ഭാര്യമാർക്കാണ്. ഭർത്താക്കന്മാർ ആ ഇടയ്ക്ക് ഒന്നും തല കാണിച്ചാൽ കാണിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക്. അപ്പൊ ഞാൻ ഈ അടുത്തിടെ ചിന്തിച്ചൊരു കാര്യമാണ്, ഈ സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും പുരുഷന്മാരുടെ സ്പിരിച്വാലിറ്റി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീകളുടെ ബേസിക് കൺസേൺ എന്ന് പറയുന്നത് അവരുടെ കുടുംബം എങ്ങനെ നടക്കും, അവരുടെ പിള്ളേരുടെ സ്ഥിതി എന്താവും, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കൺസേൺ, ഭയങ്കര കൺസേൺസ് ഉണ്ട് അവർക്ക്. അത് ദൈവം കൊടുത്തേക്കുന്നത് നല്ല കാര്യമാണ്, കുടുംബത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഇന്ന് പ്രവാചകന്മാർ മുഴുവൻ ഇത് പ്രസംഗിക്കാൻ കാരണം എന്താ? അവർക്കറിയാം സ്ത്രീകളെ ഇത് മുഴുവൻ കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹൗസ് ഹോൾഡ് കൺസേണിനകത്താണ് ഇന്ന് പ്രോഫസിസ് മൊത്തം. ഞങ്ങളുടെ സ്ഥിതി എന്താവും, ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതി, ഞങ്ങളുടെ പിള്ളേരുടെ സ്ഥിതി എന്താവും, തലമുറകൾ. മക്കളെന്നൊന്നും പറഞ്ഞാൽ അതിന്റെ ഫാഷൻ ആവത്തില്ല. മക്കളല്ല, തലമുറ. നിന്റെ തലമുറ, നിന്റെ മക്കളെന്ന് പറഞ്ഞാൽ പോരാ, ഈസി ആയിട്ട്. അത് പോരാ. ഇത് എന്തുകൊണ്ടാണ് ഇത് സ്പിരിച്വൽ സെന്ററിലേക്ക് വന്നെന്നറിയോ? നമ്മൾ കർത്താവിന് വേണ്ടി പോകണം, മരിക്കണം, വിശുദ്ധ ജീവൻ നയിക്കണം, ഇതൊക്കെ കളഞ്ഞിട്ട് ഈ ഉപജീവന ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും എങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആകുലതയും വെപ്രാളവും ഉള്ള സഹോദരിമാര് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് പ്രവാചകന്മാരെ വിളിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ച് അവരിലൂടെ പടർന്നു പിടിച്ച ഒരു വൈറസ് ആണ് ഏതാ ഇപ്പോഴത്തെ ഒമിക്രോൺ അല്ല, ഈ പറയുന്ന എന്താ പറയുന്നത് അതിജീവനത്തിന്റെ എന്താ പറയുന്നത് ഒരു വാക്ക് ഞാനിപ്പോ പറയാം, ഉപജീവന ചിന്തകളുടെ ആ വൈറസ്. ഇന്ന് പെന്തക്കോസ്തിൽ ആകെ ഒരു പ്രസംഗമേ ഉള്ളൂ, ഒറ്റ വിഷയം. അത് ഹാബേലിനെ കുറിച്ച് പറഞ്ഞാലും പത്രോസിനെ കുറിച്ച് പറഞ്ഞാലും പ്രസംഗിക്കാൻ ഏത് അധ്യായം എടുത്താലും ഏത് വാക്യം എടുത്താലും അവസാനിക്കുമ്പോൾ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അതിതാണ്, നിങ്ങളുടെ വിഷയം എന്തായാലും അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. ഒറ്റ വിഷയം. ഏത് കൺവെൻഷൻ പ്രസംഗിക്കുക ആളെ മാറ്റി മാറ്റി പറയണം. ഒരേ സമയത്ത് എല്ലാ ദിവസവും മോശയെക്കുറിച്ച് പറയരുത്, അത് മാറ്റി മാറ്റി പറഞ്ഞാൽ മതി. സെയിം മെസ്സേജ് സ്പോക്കൺ എവ്രിവെയർ. ഇതല്ലാതെ എന്ത് പറഞ്ഞാലും ഈ ജനം കൈയടിക്കില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അടുത്ത് പ്രസംഗിക്കാൻ പോയി. പാസ്റ്റർ പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇൻട്രൊഡക്ഷൻ, ആദ്യ ആമുഖവും പാട്ട് കഴിയും. എന്തോ കയ്യടിയാണ്, ബഹളമാണെന്നറിയോ. നിലത്തല്ല അവർ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അല്ലറിയോ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഞാൻ 2-3 ദിവസം 3 സെഷൻ പ്രസംഗിച്ച് 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും കയ്യടിയും തീർന്നു, എല്ലാം തീർന്നു. ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ സ്തോത്രം എന്ന് പറയുമ്പോൾ ആരും അനങ്ങുന്നില്ല. അപ്പോൾ ആൾക്കാർ എന്റെ ദൈവം ഇതെല്ലാം പോയതാ, ശരിക്കും പോയതാ. കാരണം എങ്ങനെ പോയതെന്നറിയോ? നമുക്ക് വേണ്ടതല്ല ഈ കേൾക്കുന്നത്. നമുക്ക് വേണ്ടത് കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണന് ചൂട് പിടിക്കില്ല. പ്രാണന് ചൂട് പിടിച്ചാലേ നമുക്ക് അസ്വസ്ഥം. നിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അനുഗ്രഹിക്കാൻ വരുന്ന ദൈവം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് പ്രാണനും ജീവനും എന്താ സകലത്തിനും ചൂട് പിടിക്കും. ഓക്കെ, അപ്പൊ അങ്ങനൊരു മതം ഇന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് പടർന്ന പോലെ ഈ വീടുകളിൽ ഉത്കണ്ഠാകുലരായ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ കാര്യസാധ്യത്തിനായി ഉണ്ടാക്കിയ ഒരു തിയോളജി ക്രിസ്തുവിന്റെ വിശുദ്ധീകരണത്തിനും അപ്പോസ്തലന്മാർ നൽകിയ പത്യോപദേശത്തിലേക്കും ജനങ്ങളെ എത്തിക്കാതെ, കർത്താവ് നേരിട്ട് അന്ന് പറഞ്ഞ ഒരു പ്രോഫസി നിറവേറത്തക്ക രീതിയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഉപജീവന ചിന്തകളിൽ കുരുങ്ങി വിശ്വാസം കണ്ടെത്താത്ത ഒരു സമയം ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞ അതേ ഡയമെൻഷനിലാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് വിശ്വാസം എന്തായിരുന്നു പോലും അറിയത്തില്ല. എങ്ങനെ വീണ്ടും ജനിക്കുന്നതെന്ന് അറിയില്ല. എങ്ങനെയാണ് പുതിയ സൃഷ്ടിയായി മാറുന്നതെന്ന് അറിയത്തില്ല. പുതിയ സൃഷ്ടിയായി മാറിയോ എന്ന് ഉറപ്പില്ല. ഈ അപകടം നിങ്ങൾക്ക് മനസ്സിലാവണേ, നിങ്ങൾ ഇനി കാണുന്ന പിള്ളേരോടല്ല. ഞാൻ ഒരു ചർച്ചിൽ ചെന്ന ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ വീണ്ടും ജനന അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കൈവെക്കാൻ പറഞ്ഞു. യൂത്ത്സ് ആയിരുന്നു, പിള്ളേരല്ല കേട്ടോ, സ്റ്റുഡൻസ് അല്ല, യൂത്ത്സ്. 3 പേരെ കൈവയ്ക്കും. അപ്പം അവിടുത്തെ പാസ്റ്റർ ഞെട്ടിപ്പോയി. പാസ്റ്റർ വിചാരിച്ച് ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പാസ്റ്റർ പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്, അത് ഇവിടെ അല്ല, വേറൊരു ജില്ലയിലാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എന്റെ പാസ്റ്ററെ ഇവന്മാരാരും രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതല്ല, അതല്ലേ ഇപ്പൊ കണ്ടത്. അപ്പൊ പാസ്റ്റർ, എന്റെ പാസ്റ്റർ ഇവന്മാരുടെ സ്ഥിതിയാണ് ഇവരുടെ മാതാപിതാക്കളുടെയും പിള്ളേരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഈ വീണ്ടും ജനിക്കാത്ത പിള്ളേരോടാണല്ലോ മൈക്ക് ശരിയാക്കാനും മ്യൂസിക് സിസ്റ്റം ശരിയാക്കാനും ഒക്കെ പറഞ്ഞ് അവരെ കൊണ്ട് പണിയെല്ലാം എടുപ്പിച്ചിരുന്നു. ഇവര് ജനിച്ചിട്ടില്ലാത്ത അവസ്ഥയിലാണല്ലോ എന്ന് അപ്പോഴാണ് പാസ്റ്റർ ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ചർച്ച് ഓഫ്
ഗോഡിന്റെ ഒരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു ഇവിടുത്തെ പിള്ളേരോടൊന്ന് സംസാരിക്കാമെന്ന്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞപ്പം ഈ പിള്ളേരോട് സംസാരിക്കാൻ കുറച്ച് പിള്ളേർ, എല്ലാം ഈ യൂത്ത്സ് ആണ്, കുഞ്ഞു പിള്ളേരല്ല, 18+. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, എങ്ങനെ രക്ഷിക്കപ്പെട്ടത്? അപ്പോൾ അതും 2-3 പിള്ളേരെ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞ സ്നാനമാണ്, ഞാൻ കഴിഞ്ഞ വർഷമാണ് സ്നാനപ്പെട്ടത്, അതുകൊണ്ട് അന്നാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. രക്ഷ എന്താ സ്നാനം എന്ന് വ്യത്യാസമായിട്ട് അറിയത്തില്ല. വേറൊരു കുട്ടി പറഞ്ഞു, ഞാൻ ഒത്തിരി നാളായിട്ട് ആത്മാവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു, കഴിഞ്ഞ മാസമാണ് ഞാൻ അന്യഭാഷ പറഞ്ഞത്, അതുകൊണ്ട് അന്നേരമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതും പോയി. ഇത് രണ്ടും അല്ല രക്ഷ, അല്ലേ? ആണോ? നിങ്ങൾ എന്ത് പറയുന്നു? മൂന്നാമതൊരാളുടെ ചോദിച്ചപ്പം ആളും കൂടെ ഉള്ളൂ, ഒരു മോള്. അവൾ പറഞ്ഞു, ഞങ്ങൾ ICPFന്റെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടുത്തെ ഒരു അങ്കിള് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ഞാൻ വിശ്വസിച്ചു, എന്റെ പാപങ്ങൾ കർത്താവ് കാൽവരി ക്രൂശിൽ ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചു, അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന്. ശരിയാണോ അത്? ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ പകുതി ശരിയായി, പകുതിയേ ശരിയായുള്ളൂ, ബാക്കി ഇനിയും കിടക്കുകയാണ്. ആ കുട്ടി പറഞ്ഞത് പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അത് ശരിയാണ്. അത് വെള്ളത്തിന്റെ അനുഭവം മാത്രമേ ആവുന്നുള്ളൂ. ഇനി ആ വീണ്ടും ജനനത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്ന് ആത്മാവിനാൽ ജനിക്കണം. ഞാൻ ചോദിച്ചു, നീ ഉയരത്തിൽ നിന്ന് ആത്മാവിനാൽ ജനിച്ച് ദൈവത്തിന്റെ മകളായി മാറിയോ? നിത്യതയുടെ വാഗ്ദത്തങ്ങൾ ലഭിച്ചോ? സ്വർഗം എനിക്ക് ലഭിക്കുമെന്നും ഞാൻ ദൈവത്തിന്റെ മകളായി മാറിയെന്നും ഉറപ്പുണ്ടായോ? ആ കൊച്ചെന്നോട് ചോദിക്കുക, അങ്കിളെ ഇതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ തലയിൽ കൈവച്ചു പോയി. ബിക്കോസ് ദസ് ഡോക്ട്രിൻ ഈസ് നോട്ട് ദെയർ എനി ലോങ്ങർ. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നുള്ളൊരു ഉപദേശം, പുതിയ സൃഷ്ടിയായി കർത്താവിന്റെ സൃഷ്ടിയായി മാറുന്ന, പഴയതിനെ ഉരിഞ്ഞു കളയുന്ന, പുതിയതിനെ ധരിക്കുന്ന ആ ഒരു ഉപദേശം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത തലമുറ വരുമ്പോൾ ഈ PYP അവിടെ കാണും, ഈ YP അവിടെ കാണും, നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സാധനങ്ങളൊക്കെ എന്താണ്, CA, ഇതെല്ലാം അവിടെ കാണും. പക്ഷേ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അവിടെയും പാട്ട് കച്ചേരികൾ ഉണ്ടാവും, ഡ്രാമ ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, രക്തദാന ക്യാമ്പുകൾ ഉണ്ടാവും, പുസ്തക വിതരണ ക്യാമ്പുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ വീണ്ടും ജനിച്ച ആൾക്കാർക്ക് ഇതെന്താ സാധനമെന്ന് അറിയാവുന്ന ആൾക്കാർ പോലും ഇല്ലാതെ വരും. ആ ഒരു ജനറേഷനിലേക്ക് നമ്മൾ വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു ഉപദേശം അറിയാൻ വയ്യ ഇന്ന് സഭകളിൽ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ചർച്ചകളിലെല്ലാം സംസാരിക്കുമ്പോൾ ഇതൊരു പുതിയ ഉപദേശം പോലെയാണ് പലരും എടുക്കുന്നത്. ഇത് പുതിയ ഉപദേശമല്ല, ഇത് തന്നെയാണ് ഉപദേശം. ഓക്കെ, 7:4. ഈ 7:3, 4 തമ്മിലുള്ള കണക്ഷൻ എന്താണ്? നമ്മളിൽ ഒരു നീതി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മുടെ മാതാപിതാക്കൾ പരാക്രമം ആരംഭിക്കും. ശരിയാണോ? എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതെന്നറിയോ? ഈ മാതാപിതാക്കളുടെ ഡിസിപ്ലിൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മോശമായിരിക്കും. കാരണം മാൻ ഈസ് ഇൻഹറന്റ്ലി സിൻഫുൾ. അതുകൊണ്ട് അവന് ശക്തമായ ട്രെയിനിങ് ഉണ്ടെങ്കിലേ അവൻ മനുഷ്യർക്ക് ഫലം കൊടുക്കുന്നവനായി വരികയുള്ളൂ. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഈ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ട്രെയിനിങ്ങിലൂടെ കടത്തിവിട്ട് മനുഷ്യർക്ക് ഫലം കൊടുക്കാവുന്ന ഒരു നീതിയിലേക്ക് അവരെ എത്തിക്കും. എത്തിച്ചില്ലെങ്കിൽ അവർ വളരെ ദോഷം പ്രവർത്തിക്കാൻ അവർക്ക് കഴിവുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അവർ സ്വസ്നേഹികളും അഹങ്കാരികളും ഒന്നിനും മറ്റൊന്ന് പറഞ്ഞാൽ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന ടൈപ്പ് ആൾക്കാരായിട്ട് വളർന്നു വരും. കാരണം മാൻ ഈസ് ഇൻഹറന്റ്ലി ഈവിൽ. അവന്റെ സുഖം മാത്രമാണ് അവന്റെ കോറിലുള്ളത്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചിനെ നോക്കിയാൽ മതി. ആ കുഞ്ഞു കൊച്ച് നിങ്ങൾ വിചാരിക്കും എന്തൊരു സ്നേഹ കൊച്ചിന്, എന്തൊരു ചിരി, എന്നെ കണ്ടപ്പോൾ ചാടി വന്നെന്നാ പറയുന്നത്. നിങ്ങൾ ആ കൊച്ചിന്റെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ ആ കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എടുത്ത് നിങ്ങൾ മാറ്റിയാൽ മതി. അവന്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ എടുത്ത് തിന്നു നോക്കി, അവന്റെ ഒറിജിനൽ സ്വഭാവം വെളി വരുന്ന അപ്പോഴായിരിക്കും. അവന് നിങ്ങളെക്കാൾ ആരോഗ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇല്ല, ദൈവത്തിന്റെ കൃപയാൽ ഉണ്ടെങ്കിൽ അടുത്ത് കിടന്ന കസേര എടുത്ത് നിങ്ങളുടെ തലക്കിട്ടടിച്ച് അവൻ നിങ്ങളെ തട്ടിയിട്ട് ആ ചോക്ലേറ്റ് എടുക്കും. അതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സാധനം. പക്ഷെ അവൻ നിസ്സഹായനായതുകൊണ്ട് നിലവിളിക്കുക. അവന് ഇത്തിരി ആരോഗ്യമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തോണം?
അവനെ ട്രെയിൻ ചെയ്ത് ന്യായപ്രമാണം കൊടുത്ത് അവനെ മര്യാദക്കാരനാക്കി ഇല്ലെങ്കിൽ അവൻ ആരോഗ്യമുള്ളവനായി മാറിക്കഴിയുമ്പം നിങ്ങളുടെ തല പോകും. ഇതിനെയാണ് നമ്മൾ പേരന്റൽ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത്. സമ്മതിച്ചോ? സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുപ്പത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഒരു കല്യാണം കഴിക്കും. ആരെ കല്യാണം കഴിക്കുന്നറിയോ? ഈ ന്യായപ്രമാണത്തെ. ചെറുപ്പകാലങ്ങളിൽ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾ ചൊല്ലുവിളിക്ക് വളർത്തിയില്ല എന്ന് വേണേൽ പറയാം. ആ ചൊല്ലുവിളിയെയാണ് നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഭാര്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷീ കംസ് അണ്ടർ ദാറ്റ് ലോ. അതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ ന്യായപ്രമാണം എന്ന യജമാനന്റെ കീഴിലേക്ക് വന്നു. മനസ്സിലായോ? ഇനി നമ്മളെ ജീവിതകാലം മുഴുവൻ ഈ ന്യായപ്രമാണം നടത്തും. അപ്പൊ ചിലപ്പോൾ പിള്ളേര് വിചാരിക്കും സ്കൂള് കാലം ഒന്ന് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ 18 വയസ്സ് പിള്ളേര് നോക്കിയിരിക്കുക 18 വയസ്സായ. എന്തിനാണെന്നറിയാം? ലൈസൻസ് എടുക്കണം, പിന്നെ ഒരു അഡൽട്ട്ഹുഡ് ഒന്ന് എൻജോയ് ചെയ്യും. അവർ വിചാരിക്കുന്ന എന്നാന്നറിയോ? അപ്പനും അമ്മയ്ക്ക് എന്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്നു. അവർക്ക് പോകാനെടുത്ത് പോകാം, വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി. എന്താ വേണ്ടതെന്നും വാങ്ങിക്കേണ്ടതെന്നും അവർക്ക് തീരുമാനിക്കാം. ഓക്കെ, ശരിയല്ലേ? ഏത് ഡ്രസ്സ് എടുക്കണം, എവിടെ പോകണം, ഇതെല്ലാം ഇവർക്ക് തീരുമാനിക്കാം. എനിക്കിതൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. 18 വയസ്സൊന്നും ആയിക്കോട്ടെ. അപ്പൊ അപ്പനമ്മ പറയും 18 വയസ്സായിട്ട് കാര്യമില്ല, നീ സമ്പാദിച്ചുകൊണ്ട് വന്നാൽ നിനക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. എന്നാ പിന്നെ സമ്പാദിക്കട്ടെ. എന്തിനാണെന്നറിയോ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. സ്വാതന്ത്ര്യം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മരിച്ചാലും കിട്ടില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് വിചാരിക്കുന്നില്ലേ? പ്രായമാകുമ്പോൾ സ്വാതന്ത്ര്യം അല്ലത്, അവർ അടിമകളായി മാറുകയോ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ഇഷ്ടമുള്ള ഷേക്കും ജ്യൂസും കുടിച്ച്, അതൊക്കെ ആയ ഭാഗ്യം, എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രായമാകുമ്പോൾ അവൻ ആ സ്വാതന്ത്ര്യം കിട്ടുന്ന അവന്റെ വിചാരം. പ്രായമായ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല. ചിന്തിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം നിങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബോധ്യം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ബോധ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മക്കളുടെ മുമ്പിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മേൽ നിങ്ങൾ വെച്ചിരിക്കുന്ന നിയമങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞതിലേക്ക് ഒന്നും നിങ്ങൾ പോകാൻ പോകുന്നില്ല. ഇനി അഥവാ പോയാൽ നിങ്ങളും വഴിതെറ്റിപ്പോയുടെ കൂട്ടത്തിലാവും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മൾ സ്വതന്ത്രരായെന്ന്. നമ്മൾ ഒരിക്കലും സ്വതന്ത്രരാകുന്നില്ല മരിക്കുന്നവരെ. അതുകൊണ്ടാണ് ഇതിന് വിവാഹ ബന്ധം എന്ന് പറയുന്നത്. ന്യായപ്രമാണവും ഞാനും തമ്മിലുള്ളത് ഒരു വിവാഹ ബന്ധമാണ്. ഇത് ഡൈവോഴ്സ് ചെയ്ത് പിരിയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ കല്യാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഡൈവോഴ്സ് എന്നൊരു പദം അതിനകത്തില്ല. ഇപ്പൊ ഒരു ഭാര്യ വന്ന് പറയാണ്, ഓ എന്റെ ഭർത്താവിനെയും കൊണ്ട് ഒരു രക്ഷയില്ല, എന്റെ പാസ്റ്ററെ, ഡൈവോഴ്സ് ആയിട്ട് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. അപ്പൊ പാസ്റ്റർ പറയുന്ന മറുപടി ഇതായിരിക്കണം: മകളെ, നിനക്ക് അയാളെ തന്നത് നീ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല. അല്ല, നീ അയാളെ സ്നേഹിച്ച് നീ ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. അപ്പൊ അയാളെ വിട്ടിട്ട് നീ പോയാൽ നിന്റെ വിശുദ്ധീകരണം നടക്കുകയില്ല. അപ്പൊ ഭർത്താവ്, അവളെ കൊണ്ട് മടുത്തു ഞാൻ, ഇനി എന്റെ ജീവൻ പോയാൽ ഞാൻ ഇനി അവളുടെ കൂടെ ഇല്ല. നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ല ആ ആളെ ഞാൻ നിനക്ക് തന്നത്. നീ ക്ഷമിച്ചും സ്നേഹിച്ചും ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സന്തോഷമായോ? എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സന്തോഷമായി കാണും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഡൈവോഴ്സ് വെക്കാത്തത്. ഡൈവോഴ്സ് വെച്ചാൽ എന്താ സംഭവിക്കുന്ന അറിയോ? നമ്മൾ ഒരു മനുഷ്യനെ വെറുക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പറ്റില്ല എന്ന് പറയുകയാണ്. അവൻ എത്ര ദുഷ്ടനായാലും അവനെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ പ്രമാണം. ഇൻ ഡൈവോഴ്സ് there is no love. അതാണ് ഇവിടുത്തെ പ്രശ്നം. സന്തോഷമായോ? അപ്പൊ നേരത്തെ എങ്ങാനും ഡൈവോഴ്സ് ചെയ്ത് ചുറ്റിലായിരിക്കുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ അവർ അവരോട് തന്നെ ക്ഷമിക്കുക. കർത്താവ് നിങ്ങളോട് ക്ഷമിക്കട്ടെ. പക്ഷെ ഇത് കേട്ട ശേഷം നാളെ ഈ പണിക്ക് പോകരുത്. കാരണം ദൈവം അത് വെറുക്കുന്ന ഒരു കാര്യമാണ്.
കാരണം ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിനെതിരെ ഉള്ളതൊന്നും ദൈവത്തിന് പൊറുക്കാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയല്ല ദൈവം, നിങ്ങളിൽ ക്രിസ്തുവിനെ ഉളവാക്കാൻ വേണ്ടിയാണ് ദൈവം. നിങ്ങൾ സന്തോഷമായി പാട്ടും പാടി റോഡിലൂടെ കൈപിടിച്ച് നടക്കാൻ വേണ്ടി അല്ല നിങ്ങളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും ദീർഘക്ഷമ കാണിച്ചും ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ വിവാഹബന്ധം, ഒരു ക്രിസ്തീയ വിവാഹ ബന്ധത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം പറയാം: മരണം വേർപിടിവിക്കുന്നത് വരെയാണ് ആ ബന്ധം. നിങ്ങൾ ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ പിരിഞ്ഞ് താമസിച്ചാൽ പോലും വേറൊരാളെ വിവാഹം കഴിക്കാനോ വേറൊരാളുമായി ഏകശരീരമായി മാറുവാനോ പെർമിഷൻ ഇല്ല ബൈബിളിൽ. ഇത് ലോകത്തിൽ വേറൊരു മതത്തിലും ഇങ്ങനെയില്ല കേട്ടോ. ലോകത്തിലൊരു മതത്തിലുമില്ല, ഒരു ഫിലോസഫിയിലും ഇല്ല, ഒരു നീതിശാസ്ത്രത്തിനുമില്ല ഇത്രയും ഭയങ്കര നിയമം. എന്തിനാ ഇത്രയും ഭയങ്കര നിയമം വെച്ചിരിക്കുന്നത് വെച്ചാൽ, അപ്പം ഈ ശിഷ്യന്മാർക്ക് ഇത് കേട്ടപ്പോൾ പേടിയായി. ശരിക്കും ശിഷ്യന്മാർ ഉടനെ കർത്താവിന് പറഞ്ഞെന്നറിയോ, അങ്ങനെ കല്യാണം കഴിക്കാൻ പോകാതിരിക്കുന്ന ഭേദമെന്ന്. കാരണം ഇങ്ങനെ ഒരാൾ കല്യാണം കഴിച്ചിട്ട് അയാൾ ഏത് ഷേപ്പിലുള്ള ആളായാലും അയാളുടെ കൂടെ ജീവിച്ച് മരിക്കണം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല കല്യാണം കഴിക്കാതിരിക്കുകയാണല്ലോ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ അയ്യോ ഞാൻ ഇത്തിരി അയച്ചു തന്നേക്കാൻ നല്ല കർത്താവ് പറഞ്ഞു അങ്ങനെയാണ് കെട്ടാതിരിക്കുന്നതിന് നിനക്കൊക്കെ നല്ലത്. കാരണം ജനിച്ചപ്പോഴേ ഷണ്ണന്മാരായവരുണ്ട്, കുറെ ആൾക്കാർ മനുഷ്യർ ഷണ്ണന്മാരാക്കി മാറ്റിയവരുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെ പ്രതി ഒരു ഷണ്ണനായിട്ട് ജീവിക്കാമെങ്കിൽ അതായിരിക്കും നിനക്ക് കുറച്ചുകൂടെ നല്ലത് കെട്ടി ഉപേക്ഷിക്കുന്നതിനേക്കാളും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്താ കൽപ്പന അതെന്നുള്ള കാര്യം. അപ്പോ ഈ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ മടുത്തു എന്ന് വിചാരിച്ചു. ന്യായപ്രമാണം അതുപോലെ കഠിന ഹൃദയനായ ഒരു ഭർത്താവാണ്. ഡിമാൻഡ് 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 മാത്രം. ഈ ക്രിസ്തുവിന്റെ സ്നേഹം വന്നിട്ടില്ല കേട്ടോ. സ്നേഹം എന്ന എലമെന്റ് അവിടെ ഇല്ലാന്ന് വിചാരിച്ചോ. ഇൻ എ മാരേജ് ദർ ഇസ് നോ ലവ്, ഓൺലി കമാൻഡ്മെന്റ്സ് ആൻഡ് ഒബീഡിയൻസ്. ഭർത്താവ് കമാൻഡ് ചെയ്യുന്നു, ഭാര്യ അനുസരിക്കുന്നു. അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം ഭർത്താവ് ഭയങ്കര നീതിമാനാണ്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞില്ല, ഇത്തിരി ഉഴപ്പൊക്കെ ഉള്ള ഭർത്താക്കന്മാരെ കുറച്ച് ഭേദമൊന്നും. നീതിമാന്മാരെയും കൊണ്ട് ഒരു രക്ഷ. പെർഫെക്ഷനിസ്റ്റുകൾ. നീ എന്തിനാ അങ്ങനെ ഇരുന്നത്? ഇതെന്താ മേശപ്പുറത്ത് ഇത്തരം പൊടി കിടക്കുന്നത്? ഇതെന്താ അലമാരിൽ എന്തിനും അടുക്കി വെച്ച സാധനം ഇതിൽ ചെരിഞ്ഞിരിക്കുന്നത്? ഇതെന്താ കർട്ടൻ ശരിക്കും വിടർത്തി വെക്കാത്തത്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു ഭർത്താവ് ഉണ്ടായാൽ, ന്യായപ്രമാണം അതാ ചെയ്തേക്കുന്നത്. ന്യായപ്രമാണം മനുഷ്യനെ നിശിതമായിട്ട് പരിശോധിച്ച് എങ്ങനെ ഇരിക്കണം, എങ്ങനെ എഴുന്നേക്കണം, മലമൂത്ര വിസർജനം നടത്തുന്നതിനുള്ള റൂളുകൾ വരെ ഉണ്ട്. മനസ്സിലായോ? അപ്പോ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ എന്താ പറയുന്നത്, പ്രമാണങ്ങളാൽ നമ്മളെ ബൈൻഡ് ചെയ്താണ് കൊണ്ടു നടക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിലും റൂൾ കൊടുത്തില്ലെങ്കിൽ. ഒരു മുസ്ലിം ഒരിക്കൽ ചോദിച്ചതാ, നിങ്ങളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? യാതൊരു നിയമങ്ങളും ഇല്ല. നിയമങ്ങളില്ലേ? അന്നേരം ഞാൻ ആലോചിക്കുന്നു. അപ്പോഴയാൾ പറയാം, എന്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എന്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ എഴുന്നേക്കണമെന്നില്ല, എപ്പോൾ കിടക്കണമെന്നില്ല, എപ്പോൾ പ്രാർത്ഥിക്കണമെന്നില്ല, കല്യാണം എങ്ങനെ നടത്തണമെന്നില്ല, ഞായറാഴ്ച കൂടിയാൽ എന്ത് ചെയ്യണമെന്നില്ല, അപ്പം നുറുക്കാൻ ആര് നുറുക്കണമെന്നില്ല, കല്യാണം ആര് നടത്തി കൊടുക്കണമെന്നില്ല, ശവസംസ്കാരം ആര് നടത്തണമെന്നില്ല, എങ്ങനെ നടത്തണമെന്നില്ല. ചർച്ചിൽ വന്നാൽ എങ്ങനെ ഇരിക്കണമെന്നില്ല, മുട്ടുകുത്തണമെന്നില്ല, ഇരിക്കണമെന്നില്ല, കിടന്നോ എഴുന്നേറ്റ് നിൽക്കണമെന്നൊന്നുമില്ല. നോ റൂൾ. ആലോചിച്ച് നോക്കിയേ, ഒരു മതത്തിന് ഇങ്ങനെ റൂൾ ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മതത്തിന് ഒരു റൂളും ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ? കർത്താവ് ശവസംസ്കാരത്തെ കുറിച്ച് ആകെ പറഞ്ഞ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെന്ന്. അതുപോലെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നോ ലോ, നോ റൂൾ. പിന്നെ ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു വിചാരിച്ച് സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കർത്താവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ സന്തോഷമായ. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒരു ഭയങ്കര ബൈൻഡിങ് ആയിട്ടുള്ള ഒരാളെ നമ്മളെ കൊണ്ട് നടക്കും. ഇസ്ലാം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അത് തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളെ വരിഞ്ഞു കെട്ടി ആഹാരം കഴിക്കുന്നതിന് എല്ലാത്തിനും നിയമങ്ങൾ. ഞാൻ മടുത്തു എന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് ഈ ഭാര്യ അധ്വാനിച്ച് മടുത്ത് വൈകിട്ടാവുമ്പം ഭർത്താവിന് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ചെയ്തൊക്കെ ശരിയായി. ഭർത്താവ് ഒന്നും ശരിയായിട്ടില്ല, നിന്നെ കൊല്ലേണ്ടി വരും. ഇതാണ് ആ പ്രമാണം, ഭർത്താവിന്റെ പ്രമാണം. ഭാര്യ മടുത്തു, ഇയാളുടെ കൂടെ ജീവിച്ച സ്നേഹം എന്ന് പറയുന്ന സാധനം ഇല്ല. ന്യായപ്രമാണത്തിൽ എന്ത് സ്നേഹമുള്ളത്? കാര്യങ്ങൾ ന്യായമായിരിക്കണം. ഞാൻ ന്യായപ്രമാണത്തിന്റെ വലിയ ആളായിരുന്നു. അതുകൊണ്ട് ആരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഈവൻ സെക്യുലർ ഫ്രണ്ട്സ്. അതിനുമുമ്പ് എനിക്ക് ഫ്രണ്ട്സും ഇല്ലായിരുന്നു.
കാരണം ന്യായപ്രമാണമായിരുന്നു എൻ്റെ യജമാനൻ. ഇപ്പൊ പ്രമാണം വെച്ച് ഞാൻ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഉടനെ അങ്ങ് വിധിക്കും, അവൻ ശരിയല്ല, ഞാൻ ശരിയല്ലാത്ത കാര്യം ഞാൻ അറിയേയില്ല. അങ്ങനെ ഞാനൊരു ബന്ധനസ്ഥനായി, ഈ ന്യായപ്രമാണത്തിന്റെ ബന്ധനസ്ഥനായി ഇരിക്കുമ്പോൾ എനിക്ക് മടുക്കുവാണ് പ്രമാണം. അങ്ങോട്ട് തിരിയാൻ റൂള്, ഇങ്ങോട്ട് തിരിയാൻ റൂള്, തെറ്റിയാ നരകം. എങ്ങനെ രക്ഷപ്പെടും? ഈ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഡൈവോഴ്സ് ഇല്ല. ഈ ഹൈപ്പർ ഗ്രേസുകാർ പറഞ്ഞ പോലെ ഭർത്താവ് ചത്തു എന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ ന്യായപ്രമാണം ചത്തുപോയിന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ ന്യായപ്രമാണത്തിന് ഒരു വള്ളിയും പുള്ളി ഒഴിഞ്ഞു പോവുകയില്ല. അപ്പൊ ഭർത്താവ് ഒഴിഞ്ഞു പോവുകയുമില്ല, ഡൈവോഴ്സും ഇല്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും നമ്മൾ? എന്തെങ്കിലും വഴിയുണ്ടോ സഹോദരങ്ങൾ? ഡൈവോഴ്സ് ഇല്ല, ഭർത്താവ് ഒഴിഞ്ഞു പോകത്തുമില്ല, ന്യായപ്രമാണമായിട്ട് ഒഴിഞ്ഞു പോകില്ല, അത് അന്ത്യം വരെ ഉണ്ടാവും. പിന്നെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നറിയാം? ഒറ്റ വഴിയുള്ളൂ, ഈ ഭാര്യ അങ്ങ് മരിക്കുക. ഇനി 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അതുമാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ വിട്ടിട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ വേറൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് മരിക്കാന്നുള്ളത്. ഈ മരണമാണ് നമ്മുടെ ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത്, ഡെത്ത്. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മുടെ ഭർത്താവ് ന്യായപ്രമാണമല്ല, അധികം പോയിട്ടില്ല, അവിടെ വടിയും പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ അവന്റെ ലോകത്ത് നിന്ന് നമുക്ക് പുതിയൊരു മണവാളന്റെ ലോകത്തിലേക്ക് നമ്മൾ പോയി. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ ആൾക്കാർ രക്ഷപ്പെട്ടു, ന്യായപ്രമാണം തീർന്നു പോയല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു 2-3 വർഷം മുമ്പ്. ഇപ്പൊ അവരെതിരെ തുള്ളിച്ചാടി എതിരെ പോയി എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ന്യായപ്രമാണം എങ്ങും പോയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ മരിച്ചിട്ട് പുതിയ ആളുടെ സ്വന്തമായപ്പോഴാണ് മനസ്സിലായത് പഴയ ന്യായപ്രമാണത്തെക്കാളും കട്ടിയാണ് പുതിയ ന്യായപ്രമാണം എന്നുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പഴയ നിയമമാണോ എളുപ്പം, പുതിയ നിയമമാണോ അനുസരിക്കാൻ എളുപ്പം? പഴയ നിയമം പാടായിരുന്നെങ്കിലും ഒന്ന് അനുസരിക്കാനൊന്ന് ശ്രമിക്കായിരുന്നു. പുതിയ നിയമം അനുസരിക്കാൻ ശ്രമിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാർ മൊത്തം പഴയ നിയമം പ്രസംഗിക്കുന്നത്. കാരണം പഴയ നിയമം പ്രസംഗിച്ച ഒരു ഗുണമുണ്ട്, നമ്മളോട് ആരും വല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കില്ല. പുതിയ നിയമം പ്രസംഗിച്ച രൂടുപാട് ചോദ്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ഉടുപ്പുള്ളവൻ 2 ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കും. നിങ്ങൾ പറയും, ഇന്നലെ ഇട്ട ഷർട്ടല്ലല്ലോ ഇന്ന് ഇട്ടിരിക്കുന്നു ചോദിച്ചാൽ ഞാൻ ചുറ്റും. പിന്നെ ഞാൻ മിണ്ടാതിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കണമെന്ന് പുതിയ നിയമം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് അടുത്ത ചോദ്യം എന്തായിരിക്കും? നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റിട്ടുണ്ടോന്നായിരിക്കും. അപ്പൊ ഈ വയ്യാവേലി ചോദ്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ദാനിയേൽ, ദാവീദ്, മോശെ, ഏലിയാവ്, യെശയ്യാവ്, നമ്മുടെ ഒരു ചോദ്യങ്ങളും ഇല്ല, ഒരു ചോദ്യങ്ങളും ഇല്ല. നമ്മുടെ ജീവിതത്തെ തൊടുന്നേ ഇല്ല. കാരണം എന്താ? ഈ ക്രിസ്തുവിന്റെ ജീവൻ അവന്റെ സ്വന്തം നമ്മളായി കഴിയുമ്പോഴേക്കും പട പേടിച്ച് പന്തളത്തി വന്നപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ പുതിയ നിയമം നമ്മൾ എത്തിച്ചേക്കുന്നത്. അപ്പൊ പഴയ പോലെ തന്നെ ഭാര്യ കഠിനാധ്വാനമാണ്. രാവിലെ തൊട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവെ, സ്നേഹിക്കാൻ പറ്റുന്നില്ല കർത്താവ്, ഞരങ്ങി അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ പെർഫെക്റ്റ് ആയെന്ന്? ഇല്ല, തോന്നുന്നില്ല അല്ലെ? അപ്പം പഴയ ഭർത്താവ് തന്നെ മതിയായിരുന്നല്ലേ? അതുകൊണ്ടാണ് ഇന്ന് പെന്തക്കോസുകാർ പിന്നെ ന്യായപ്രമാണവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെങ്ങനെ നോക്കിയിട്ട് പുതിയ നിയമം എത്തുന്നില്ല, കടിച്ചാൽ പൊട്ടാതിരിക്കുക. അപ്പൊ പിന്നെ പഴയ പ്രമാണങ്ങൾ, കുറെ പ്രമാണങ്ങൾ അങ്ങ് ഉണ്ടാക്കിയെടുത്തു. ഉണ്ടാക്കിയെടുത്തപ്പം അതനുസരിച്ചാൽ മതി, അതനുസരിക്കാത്തവരെല്ലാം പാപികൾ നോക്കി. മനുഷ്യൻ നീതിമാനാകുമ്പോഴുന്ന പാട്. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? ഈ ഭർത്താവിന് ഈ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇപ്പൊ ഭാര്യ അധ്വാനിച്ചിട്ട് തീരുന്നില്ല. അപ്പൊ ഭർത്താവ് പറയുന്നത് എന്നറിയോ? ഈ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവ് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഭാര്യയ്ക്ക് ഒട്ടും പറ്റുന്നില്ല ആ പണി. ഭർത്താവ് എന്ത് പറയും? ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയും, ഇത്രയും ഞാൻ ചെയ്തോളാം, ബാക്കി നീ ചെയ്തോ. ഒരു 360 ഡിഗ്രി സ്നേഹമാണെങ്കിലോ, ഫുൾ ലവ് ആണെങ്കിലോ, ഹാഫ് 50-50 ആണ്. ഫുൾ ലവ് ആണെങ്കിലോ ഭർത്താവ് ഭാര്യയോട് പറയും, നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം, എങ്കിലും ഇത് ശരിയാവുള്ളൂ.
നീ ജസ്റ്റ് വിശ്വസിച്ചാൽ മതി, ഞാൻ ഇത് ചെയ്യും. അപ്പൊ പുതിയ നിയമത്തിന്റെ പ്രവൃത്തി മുഴുവൻ ചെയ്യുന്ന നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഒറ്റ കൽപ്പന പോലും അനുസരിക്കാൻ നമ്മുടെ ജഡത്തിൽ നമുക്ക് കഴിവില്ല. മനസ്സിലായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് ഫലം കൊടുക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. കർത്താവ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ അവന്റെ ഫലം നമ്മളിൽ വരണമെങ്കിൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത് എന്നതിലേക്ക് ഞാൻ വരണം. എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ജഡത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങളാലല്ല, ആത്മാവിന്റെ തത്വങ്ങളാൽ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് 7-ാം അധ്യായം എങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ 7-ാം അധ്യായം എന്തിനെ കുറിച്ചായിരിക്കും? ന്യായമായിട്ടും 7-ാം അധ്യായം ന്യായപ്രമാണം കൊണ്ട് എന്തുകൊണ്ട് നീതി വരുന്നില്ല എന്നുള്ളതാണ് 7-ാം അധ്യായത്തിന്റെ ടോപ്പിക്. എന്തുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് ഒരു മനുഷ്യന് ദൈവത്തിന് ഫലം കൊടുക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ന്യായപ്രമാണം എന്ന വ്യവസ്ഥയ്ക്ക് കീഴിൽ ഒരാൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല എന്നുള്ളതാണ് 7-ാം അധ്യായം. ഓക്കെ, 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എന്താ പറയുന്നത് നോക്കി. 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. മതി. അപ്പൊ ന്യായപ്രമാണം ആത്മീകമാണ്, നല്ലതാണ്. പക്ഷെ എന്റെ പ്രശ്നം എന്താണ്? ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. അപ്പൊ പാപത്തിന് ദാസനായി വിൽക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്റെ യജമാനൻ പാപമാണ്, എന്റെ യജമാനൻ പാപമാണ്, പാപം പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സാധാരണ ഒരു ചോദ്യം, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണോ അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണോ കൂടുതൽ സീരിയസ് എന്നുള്ളതാണ്. ഏതാണ് കൂടുതൽ സീരിയസ്? ഈ വചനപ്രകാരം അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണ് കൂടുതൽ സീരിയസ്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ വേണമെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കുകയാണ്, ഇതൊന്നും കേട്ടോണ്ട് സമയം കളയാൻ താല്പര്യമില്ല, ഞാൻ അങ്ങ് കട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ലീവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫിംഗർ താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ലീവ് ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിലാണ് ഡിസിഷൻ ഇരിക്കുന്നത്, അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞു? നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളോട് ഒരു 2 കാര്യം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് പറഞ്ഞ് വഴക്കുണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺട്രോളിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. സമ്മതിച്ചോ? ഇതിനെയാണ് നമ്മൾ മനഃപൂർവമായ പാപങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചെയ്യാതിരിക്കാമായിരുന്നു, എന്നാലും നിങ്ങൾ ചെയ്തു. അപ്പോൾ ഒരു വലിയ ഗുണമുണ്ട്, വേണമെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായിരുന്നു. യു ഹാഡ് എ കൺട്രോൾ ഓവർ ദോസ് തിങ്സ്. എന്നാൽ അറിയാതെ വരുന്ന പാപത്തിന്റെ പ്രത്യേകത, അത് വരുന്നതോ നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വേറൊരു ഭാഷയെ പറഞ്ഞാൽ, എനിക്ക് എൻ്റെ സഹോദരനോട് എന്തുമാത്രം വെറുപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവനോട് രമ്യപ്പെട്ടു എന്നാണ്. ഞാൻ വിചാരിക്കുന്ന കഴിഞ്ഞ കർത്തൃമേശയ്ക്ക് മുമ്പ് ഞാൻ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി എന്നാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ അത് പോയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അറിയാത്ത പാപമാണ് എന്നിൽ നിന്ന് വരുന്നത്. പൗലോസ് പറയുന്നത് ഐ കനോട്ട് സെൻസ് ദാറ്റ് സിൻ. അപ്പൊ ശരിക്കും ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ, എന്തളവിൽ എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അറിവില്ലാതെ നമ്മളിൽ വരുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനനാണ്, നമുക്ക് അതിന്മേൽ യാതൊരു വിധ നിയന്ത്രണവുമില്ല. സമ്മതിച്ചോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ അറിയാതെ വരുന്ന പാപം എന്ന് പറയുന്നത്, നമുക്കറിയത്തില്ല. ഇതാ പൗലോസ് പറയുന്നത് 15-ാം വാക്യം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. കണ്ടോ? ഇൻവോളണ്ടറി സിൻസ്. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ക്ഷമിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ലപോലെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സൗമ്യമായി ഇരിക്കണം എന്നും താഴ്ത്തി സമർപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കാറില്ല. സമ്മതിച്ചോ? അതിന്റെ കാരണം എന്താ? ഞാൻ അറിയുന്നില്ല,
എൻ്റെ ഉള്ളിൽ എന്തളവിൽ ഈ പാപം വസിക്കുന്നുണ്ട്. ഇൻവോളണ്ടറി സിൻസിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത ഈ ഇൻവോളണ്ടറി സിൻസ്, അതായത് ഞാൻ അറിയാതെ എന്നിൽ വരുന്ന പാപങ്ങൾ അപകടകരമാണ്. കാരണം ഐ നോ കൺട്രോൾ ഓവർ ദാറ്റ്. എനിക്കതിന്മേൽ നിയന്ത്രണമില്ല. ഞാൻ വിചാരിച്ചാൽ അതിനെ നിർത്താൻ കഴിയില്ല. ഞാൻ വിചാരിച്ചാൽ ഇത് അരുത്, എനിക്ക് അറിയുന്നില്ലല്ലോ, ഞാൻ അറിയുന്നില്ല. അടുത്ത വാക്യം നോക്കിയേ, 17-ാം വാക്യം. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഈ പാപം എന്ന് പറയുന്നത് ഒരു പ്രകൃതമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ നേച്ചർ, നമ്മുടെ പാപം എന്ന വാക്ക് നമ്മുടെ പ്രകൃതമാണ്. ഓക്കെ, അപ്പോൾ എന്നിൽ വസിക്കുന്ന പാപത്തിന് ഞാൻ അടിമയാണ്. എൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ദോഷം ചിന്തിക്കുന്നത്? എൻ്റെ പ്രകൃതം ദോഷമുള്ളതായതുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് മടങ്ങി വരികയാണ്. ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സല്ല, ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രകൃതമാണ്, എൻ്റെ നേച്ചർ, ഞാൻ. മനസ്സിലാവുന്നുണ്ടോ? വോളണ്ടറി സിൻസ്, അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ മനസ്സിലൊരു ബാറ്റിൽ ഫീൽഡ് ഉണ്ട്. ആ മനസ്സിലെ ബാറ്റിൽ ഫീൽഡ് നമ്മൾ ജയിക്കാം, തോക്കാം. മനസ്സിലായോ? ഒരു സാധനം മോഷ്ടിക്കണോ വേണ്ടയോ, മോഹിക്കണോ വേണ്ടയോ, ഓക്കെ, ഒരു സാധനം ഞാൻ അയാളോട് ചോദിക്കണോ വേണ്ടയോ, ചോദിക്കാതെ എടുക്കണോ വേണ്ടയോ, ചർച്ചിൽ പോകണോ വേണ്ടയോ, വോളണ്ടറിയാ, നമുക്ക് തീരുമാനിക്കാം. തീരുമാനിച്ചില്ലെങ്കിൽ പാപമാണ്, തീരുമാനിച്ചാൽ തെറ്റുമാണ്. അല്ല, എന്താ പറയുന്നേ, നമുക്ക് ന്യായമായി നീതിയായി ചെയ്യുകയും ചെയ്യാം. ഇതിനാണ് നമ്മൾ വോളണ്ടറി സിൻസ് എന്ന് പറയുന്നത്. അപ്പൊ വോളണ്ടറി സിൻസ് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മളാണ് രാജാവ്. എന്നാൽ ഇൻവോളണ്ടറി സിൻസ് വരുമ്പോൾ, അതായത് നമ്മുടെ ഹിതപ്രകാരമല്ലാത്ത, നമ്മുടെ തീരുമാനപ്രകാരമല്ലാത്ത പാപം നമ്മിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം എനിക്ക് പൈസയോട് നോ പറയണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും നോ പറയുന്നില്ല. കാരണം അത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം പണസ്നേഹം എനിക്കുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു 6-7 വർഷം മുമ്പ് ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, 2 വിഷയങ്ങളിൽ എനിക്ക് നല്ല വിക്ടറി ഉണ്ട്, അതിൽ എൻ്റെ മേൽ പിശാച് പോരാടാൻ സാധ്യതയില്ല ഇനി എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് പണമായിരുന്നു. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ പണത്തിന്റെ പേരിൽ ഞാൻ വളരെ ശക്തമായിട്ട് പരിശോധിക്കപ്പെട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കാരണം നമുക്ക് എവിടെ നിൽക്കുന്നു എന്ന് തോന്നിയാലും നമ്മുടെ ഉള്ളിൽ ഇത് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ കണ്ടെത്താൻ പ്രയാസമാണ്. ദർ ഇസ് ആൻ ഇൻവോളണ്ടറി എലമെന്റ്, അൺനോൺ എലമെന്റ് ഇൻ അവർ ഹാർട്ട്. അത് തക്കതായ ഒരു പ്രലോഭനം വരുമ്പോഴാണ് ഇത് വെളിലോട്ട് വരുന്നത്. പലപ്പോഴും നമുക്ക് വിക്ടറി ഉണ്ടെന്ന് പറയുന്ന പല പാപങ്ങളുടെ മേലും നമുക്ക് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. മനസ്സിലായോ? അത് തക്കതായി സാത്താനിടയ്ക്ക് പരീക്ഷിച്ചു നോക്കും. അപ്പൊ പൊളിയും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ വിക്ടറി ഇല്ലായിരുന്നല്ലോ എന്ന് മനസ്സിലാകുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്നും തലയാട്ടൊന്നും പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ സ്ട്രക്കാണോ? ഓക്കെ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം മാത്രമേ. അപ്പം കൈ കഴുകുക അല്ലെ, ഞാനല്ല ചെയ്തേക്കുന്നത്. അപ്പൊ എന്നെ ശിക്ഷിക്കുന്നത് ശരിയാണോ? ആണ്. അതാണ് കാരണം. ഇത് ഈ ഇൻവോളണ്ടറി സിൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. ഐ എം എ സ്ലേവ് ആൻഡ് ഐ എം ഡൂയിങ് എവറിത്തിങ് ദാറ്റ് മൈ ബോഡി കമാൻഡ്സ്. അടുത്ത വാക്യം, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഇതൊക്കെ എന്തിനാ പറയുന്നറിയോ? ഈ ഭർത്താവിന്റെ പ്രമാണം, ന്യായപ്രമാണത്തിന്റെ പ്രമാണം അനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നായി പറയുന്നത്. അനുസരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, സ്നേഹിക്കണമെന്നും ക്ഷമിക്കണമെന്നും കരുണ കാണിക്കണമെന്നും വിട്ടുകൊടുക്കണമെന്നും എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ ഹോർമോണുകളുണ്ടല്ലോ, സമ്മതിക്കുന്നില്ല. എനിക്ക് അയാളെ കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുക. അയാൾ പണ്ട് ചെയ്ത വാക്കുകൾ ഓർമ്മ വരുക. ഞാൻ തൂത്ത് കളഞ്ഞിട്ടും തുടച്ചിട്ടും ആ കറ എൻ്റെ ഹൃദയത്തിനകത്ത് പോകുന്നില്ല, അതവിടെ കിടക്കുക. ഞാൻ വേറെ എന്തിനെങ്കിലും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇതെല്ലാം പോകുന്ന ഞാൻ വിചാരിക്കുന്നത്.
പക്ഷെ അയാൾ എന്തെങ്കിലും ഒരു കുന്നായ്മ വീണ്ടും കാണിച്ചാൽ അപ്പൊ തന്നെ പഴയ മെമ്മറി എല്ലാം ഓപ്പൺ ആവും. അവൻ പണ്ടത് ചെയ്തത് അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. കണ്ടോ, ഈ ഭാര്യമാരും ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കുന്ന രസകരമായൊരു ഇടപാടുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ്, അതാണല്ലോ സ്ഥിരം പരിപാടി, സോറി പറഞ്ഞ് ഇനി മേലെ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് അല്ല 15 ദിവസം കഴിഞ്ഞ് പിന്നെ അതേ വഴക്കുണ്ടാകുമ്പോൾ ഈ എല്ലാം മറന്നെന്ന് പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം പൊക്കി കൊണ്ടിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 വർഷം മുമ്പുള്ളതും 5 വർഷം മുമ്പുള്ള എല്ലാം പൊക്കിക്കൊണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്തതെല്ലാം ചോദിക്കരുത്. അത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊന്നും തീരുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാ. ഇതൊന്നും ശരിക്കും തീരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മനുഷ്യർക്ക് അറിയത്തില്ല ഇത് ശരിക്കും തീർന്നോ ഇല്ലയോ, നിങ്ങൾക്ക് അറിയത്തുമില്ല. ഇത് അറിയണമെങ്കിൽ അടുത്ത പ്രലോഭനം വരണമെങ്കിൽ അറിയുള്ളൂ. ശരിയാണോ? അപ്പൊ എങ്ങനെ നമ്മൾ ജയിക്കും എന്നുള്ളൊരു ചോദ്യം, എന്താണ് വിക്ടറി എന്നൊരു ചോദ്യമുണ്ട്. ഇത് ദൈവഭക്തിയുടെ പ്രധാനപ്പെട്ട മർമ്മങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് റോമർ 7:8 ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? ഇപ്പൊ ഇത് വായിച്ചു കേട്ടപ്പോൾ നമുക്ക് തോന്നില്ല ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു ഡിഫീറ്റ് സിൻ. എന്തുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് ആ പരിപാടി നടക്കുകയില്ല? അത് നടക്കാത്തതിന്റെ കാരണം ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, നമ്മുടെ ജഡത്തിന് ഇങ്ങനൊരു അടിമത്തം ഉള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, 19-ാം വാക്യം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ ഞാൻ ചെയ്യുന്നത്. അപ്പം എന്റെ പോരാട്ടം എന്ന് പറയുന്നത്, എന്റെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്, മൈൻഡ് അല്ല. പിന്നെ എന്താണ് എന്റെ ബാറ്റിൽ ഫീൽഡ്? നിങ്ങൾ ചിന്തകളോട് പോരാടി നിങ്ങൾ ജയിക്കില്ല. നിങ്ങളുടെ ദുശ്ചിന്തകളോട് നിങ്ങൾ പോരാടിയാൽ നിങ്ങൾ ജയിക്കില്ല. കാരണം അതല്ല ബാറ്റിൽ ഫീൽഡ്. ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചെറുപ്പകാലത്താണ് ഞാൻ ഈ രാമായണം സീരിയല് TV കാണുന്നത്. രാമായണമാണോ മഹാഭാരതമാണോ അറിയാൻ മേല, എന്തോ ആണേലും ഇവന്മാർ ഓരോ അമ്പ് ചെയ്യുന്നു, എതിരെ വേറൊരു അമ്പ് വന്നതിനെ തകർക്കുന്നു. ഞാൻ ആകാശത്തോടെ ഇങ്ങനെ പോകുന്നു, കൂട്ടിമുട്ടുന്നു, കത്തിപ്പോകുന്നു. ഓർമ്മയുണ്ടോ അത്? നിങ്ങൾ ചില ആൾക്കാരെല്ലാം കണ്ടു കാണും. ഇത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ട്, കാരണം അത് ഈ രണ്ടിടത്തുള്ള ആയുധങ്ങൾ എടുത്തു മാറ്റുന്നില്ല. രണ്ടിടത്ത് ആയുധങ്ങൾ ഇങ്ങനെ നിൽക്കുക. അത് ശരിക്കും യുദ്ധം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരുത്തന്റെ ആയുധം പൊട്ടിക്കണം, പിന്നെ ഒരെണ്ണവും പറക്കരുത് അല്ലെ? പണ്ട് ഇസ്രായേൽ ഒരു യുദ്ധം ചെയ്തപ്പം അറബി രാജ്യങ്ങളുടെ എയർപോർട്ടുകളെല്ലാം കൂടെ ആകുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ജാമാക്കി കളഞ്ഞാണ് ആ യുദ്ധത്തിൽ ജയിച്ചത്. ഒന്നും ഉയരരുത്, തകർന്നു പോകണം, എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ബാറ്റിൽ ഫീൽഡ് ആകാശത്തിൽ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന തോട്ടുകളല്ല. ഇത് ഭൂമിയിൽ ഈ തോട്ടുകളെ പറഞ്ഞു വിടുന്ന ആ സാധനമാണ് യഥാർത്ഥ ശത്രു. അല്ലേ? ആണോ അല്ലേ? അപ്പൊ ശരിക്കും നമ്മുടെ പാപത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഈ തോട്ട് ഇങ്ങനെ വന്ന് നമ്മളെ മുട്ടിക്കുന്നതല്ല, ഈ തോട്ട് പുറപ്പെടുവിച്ച് ഉൽപ്പാദിപ്പിച്ച് വിടുന്ന നമ്മുടെ പ്രകൃതമാണ്. ആ പ്രകൃതം മോശമായതുകൊണ്ട് എത്ര നല്ല പ്രസംഗം കേട്ടാലും നിങ്ങൾക്ക് നന്നാവാൻ പറ്റത്തില്ല. അവിടെ ഒരു മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാതെ. അതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന് ഫലം കൊടുക്കേണ്ടവരെല്ലാം ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഈ മരണത്തിന്റെ അനുഭവമാണ് ശരിക്കും നമ്മുടെ സുവിശേഷം നമ്മളിൽ വരുത്തുന്നത്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ പറയുന്നത്, കർത്താവെ ഈ മരണത്തിൽ എന്നെ ഒരു പാർട്ട്ണറാക്കണമെന്നാണ്. ദാറ്റ്സ് എ പ്രയർ. ആ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്നാനമാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഫസ്റ്റ് കമാൻഡ്മെന്റ്. അവിടെ തൊട്ടാണ് നമ്മൾ വിശുദ്ധീകരണത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. എ സേവ്ഡ് പേഴ്സൺ, വീണ്ടും ജനിച്ച ഒരാൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുമ്പോൾ അവനവന്റെ വിശുദ്ധീകരണത്തിന്റെ യാത്ര ആരംഭിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? ഞാൻ മരിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഐ ഡൈഡ്. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഈ ഞാനല്ല, എന്റെ ജഡം ഇൻകേപ്പബിൾ ആണ്. ഈ പാപത്തോട് പോരാടുന്നതും ഞാനല്ല. ഐ ആം ഡെഡ്, ഐ ആം ഗോൺ. എന്നിലുള്ള പുതിയ സ്വഭാവമാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധമാണ് സ്നാനത്തിലൂടെ നമ്മൾ തുടങ്ങുന്നത്. ദാറ്റ്സ് അവർ ബാറ്റിൽ.
ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല. ഇതാ എൻ്റെ യുദ്ധം. എപ്പോഴും എൻ്റെ യുദ്ധത്തിലെ യുദ്ധമന്ത്രം ഇതാ, ഐ ഡൈഡ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഇപ്പോൾ ഒരാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചു, പെട്ടെന്ന് എൻ്റെ യുദ്ധം ഇതാണ്, ഐ ഡൈഡ്, ഞാൻ മരിച്ചു. മരിച്ച ആളോട് എന്നാ മോശമായിട്ട് സംസാരിച്ചാലും മരിച്ച ആൾക്ക് ഒരു കുഴപ്പമില്ല, ഐ ഡൈഡ്. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ഏത് യുദ്ധത്തിനുള്ള ഒരൊറ്റ ആയുധമാണ് ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാൻ, അതിനകത്ത് എല്ലാം ഉണ്ട്. ഫെയ്ത്ത്, ഹോപ്പ്, വചനം എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഐ ഡൈഡ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഇതാണ് എൻ്റെ ബാറ്റിൽ. എന്നോട് മരിക്കാനുള്ള, എന്നെ തള്ളിക്കളയാനുള്ള, എൻ്റെ അവകാശവാദങ്ങൾ ഇല്ലാതാക്കി ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ബാറ്റിലാണ് നമ്മുടെ ബാറ്റിൽ. തന്നെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത്, ആകാശത്തെ ദുഷ്ടാത്മസേനയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പഴയ മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, ആ പ്രകൃതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. മൈ ബാറ്റിൽ ഇസ് ടു ഹാവ് വിക്ടറി ഓവർ ദാറ്റ് നേച്ചർ. ആ നേച്ചറാണ് എന്നെ ഇൻവോളണ്ടറി സിൻസിലൂടെ കടത്തിവിടുന്നത്. ഓക്കെ, ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് രക്ഷയുടെ അടുത്ത പാഠം നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയിലൂടെ ഞങ്ങൾക്ക് നിത്യമായ രക്ഷ, പാപമോചനം, വീണ്ടെടുപ്പ് അവിടെ തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരിക്കലും അത് സാധിക്കില്ലായിരുന്നു, കാരണം ഞങ്ങൾ അടിമകളാണ്. ഇൻവോളണ്ടറി സിൻസ് വരുന്നുണ്ട് കർത്താവെ, ഇതൊന്നും അങ്ങേ പ്രസാദിപ്പിക്കുന്നില്ല. എൻ്റെ ശരീരത്തിൽ അങ്ങേ പ്രസാദിപ്പിക്കാനുള്ള ഒന്നുമില്ലാത്തതിനാൽ കർത്താവ്, ഞങ്ങൾ റോമർ 8:3 വായിക്കുന്ന പോലെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണം തോറ്റുപോയെടുത്ത് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. കർത്താവ്, അങ്ങയുടെ പുത്രൻ വന്ന് ഞങ്ങൾക്ക് ഈ ശാപമോക്ഷം തന്നതിനായി ഞങ്ങളെ ഞങ്ങളുടെ തന്നെ പ്രകൃതത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവ പ്രകൃതത്തോട് അനുരൂപപ്പെടുത്തുവാൻ കർത്താവ് സകല സ്വർഗീയ സമ്പത്തും ഞങ്ങൾക്ക് ക്രിസ്തുവിലൂടെ നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ യുദ്ധം അങ്ങയുടെ യുദ്ധമാണ്, അത് അങ്ങ് ജയിച്ച യുദ്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ വിശുദ്ധീകരണം അവിടുത്തെ കരങ്ങളിലാണ് ഞങ്ങൾ അറിയുന്നത്. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ദേവദാസനെ, വളരെ നന്ദി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കും.